ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് 1 കൊരിന്ത്യർ 7:31 കർത്താവിൻ്റെ വചനം. എന്താണ്? ഞാൻ വേറൊരു വചനം കുറിച്ച് ഓർത്തപ്പോഴാണ് നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവനും ഈ ധ്യാനത്തിന് അടയാളം കിട്ടണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വെച്ചായിരുന്നു അല്ലേ? ഇതിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയുടെ മധ്യസ്ഥ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ വെച്ച്. അപ്പോൾ ഞാൻ നിയോഗം വെച്ചത്, നിങ്ങളെ നിയോഗം വെക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങളാണ് വെക്കേണ്ടത് അവിടെ ആ സമയത്ത്. അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യാൻ പോകുന്ന ഉടമ്പടിയിൽ വെക്കേണ്ട നിയോഗങ്ങളാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് വെക്കേണ്ടത്. അപ്പം ഞാൻ നിയോഗം വെച്ചത് ഈ ധ്യാനത്തിൽ കർത്താവ് സംസാരിക്കണമേ, ഞങ്ങൾക്ക് അടയാളങ്ങൾ നൽകണമേ എന്നാണ് ഞാൻ വെച്ചത്. അപ്പോൾ കർത്താവ് എനിക്ക് തന്ന വചനം എന്താണ്? രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്ന ആൾക്കാർ ഒരു 300 ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ ചിലപ്പോൾ ഒരു 40,000 ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരാൾക്ക് ശൈത്യം, ഒരാൾക്ക് വർഷം, ഒരാൾക്ക് വേനൽ, അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയാണ് അല്ലേ? ഒരു 40,000 ആൾക്കാർ ഉണ്ട് ഈ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ 40,000 ആൾക്കാർക്കും വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളാണ്. ചിലർക്ക് ഭയം, രോഗത്തിൻ്റെ ഭയം, ചിലർക്ക് കടത്തിൻ്റെ ഭയം, ചിലർക്ക് ഉത്കണ്ഠ, വിവാഹം ഒക്കുന്നില്ലല്ലോ, ജോലി കിട്ടുന്നില്ലല്ലോ, പരീക്ഷ തോറ്റു പോകുന്നല്ലോ എന്നുള്ള ഉത്കണ്ഠ, തോറ്റ പരീക്ഷയെക്കുറിച്ച് ചിലർക്ക് നിരാശ, ചിലർക്ക് ജോലി കിട്ടാത്തതിൻ്റെ ആകുലത, ഇങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥകളാണ്. അതാണ് 1 കൊരിന്ത്യർ 7:31 ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് ഇന്ന് ഉത്കണ്ഠയെങ്കിൽ നാളെ സന്തോഷം, മറ്റന്നാൾ പ്രത്യാശ, ഇങ്ങനെ പോകും. പക്ഷേ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉത്കണ്ഠാകുലരായിരിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാഗ്രഹിക്കുന്നത്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ്, അല്ലാതെ പൗലോസിൻ്റെ ആഗ്രഹമല്ല. വചനം എഴുതുമ്പോഴേ നമുക്കറിയാമല്ല, പൗലോസൊക്കെ ഒരു ചോക്ക് മാത്രമാണ് എഴുതുന്നത്. ആരാ? അധ്യാപകനായ പരിശുദ്ധാത്മാവാണ് എഴുതുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ് എന്താണ്? ആകുലരാകരുത് എന്ന് പറഞ്ഞത് ആരാണ്? പൗലോസിലൂടെ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ ആരാധനയിലൊക്കെ ഇരിക്കുമ്പോൾ ആ വിഷയം ഒന്ന് ടാർഗറ്റ്, നിങ്ങൾ കടങ്ങളല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്. കടങ്ങൾ 1 കോടി 2 കോടി കടങ്ങൾ 3 കോടി 4 കോടി കടങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഒരു ഒറ്റ പ്രാർത്ഥന കൊണ്ട് ലിഫ്റ്റ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, നമ്മുടെ പോലെ ലക്ഷങ്ങൾ കടമല്ല, കോടികൾ കടമുള്ളവർ ഈ ഉടമ്പടി പ്രാർത്ഥന കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് ലിഫ്റ്റ് ചെയ്യണത് നമുക്ക് സാക്ഷ്യമായി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരാൾ 30 ലക്ഷം രൂപ തന്നു. 30 ലക്ഷം രൂപ. അപ്പോൾ നിങ്ങളവർക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും കാശ് കൊടുത്തു തന്നു? ഞാൻ വാങ്ങിച്ചതല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി തന്നതാണ്. കാര്യം ഞാൻ ഇത് കൂടാതെ ഇത് നമ്മുടെ സ്പിരിച്വൽ മിഷൻ കൃപാസനം തുടങ്ങിയ കാലത്ത് സ്പിരിച്വൽ മിഷൻ അതായത് 1992 ഇത് സ്ഥാപിക്കുമ്പോൾ, കൃപാസനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതൊരു ധ്യാന കേന്ദ്രമായിട്ടല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അല്ലായിരുന്നു അമ്മ എൻ്റെ ഉള്ളിൽ തന്നത്. വ്യക്തികളുടെ ജീവിത നവീകരണത്തിൽ ഊന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദി എന്നാണ് ഇത് ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 92. അപ്പോൾ സാംസ്കാരിക വേദിയാണിത്, അതേസമയം തന്നെ ആത്മീയ വേദിയാണ്. വ്യക്തികളുടെ ജീവിത നവീകരണമുണ്ട്, കുടുംബ സുസ്ഥിതിയുണ്ട്. ഈ ശുശ്രൂഷകളെല്ലാം ഈ കാലങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു മാറ്റവും ഇല്ലാതെ. ഒക്കിയുടെ കാലാവസ്ഥ ഡിഫറൻസ് വന്നില്ലേ ഇവിടെ? ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം വന്നില്ലേ, ക്ലൈമറ്റ് ഡിഫറൻസ്. അതിൻ്റെ പേരിൽ ഇപ്പോഴും ഇടികുടുങ്ങിയൊക്കെ കൊണ്ടിരിക്കുകയാണല്ലേ. ഇതൊന്നും ഇടികുടുങ്ങുന്ന സമയമല്ലല്ലോ. അപ്പോഴേ ഇതിൻ്റെ ഭാഗമായിട്ട് ഒക്കിയിൽ 72 പേര് ഒക്കി കൊടുങ്കാറ്റിൽ കാണാതെ പോയായിരുന്നു. ഇവരെക്കുറിച്ച് ഒരു അന്വേഷണവും ഇല്ല, അവരുടെ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും ശാസ്ത്രവും ഇത്രയും ജനാധിപത്യമൊക്കെ വളർന്നൊരു കാലത്ത് മനുഷ്യനിങ്ങനെ കാണാതെ പോയി എന്നൊരവസ്ഥ ഒരു ഭീഷണമായ ഒരു സാഹചര്യമാണ്.
അതുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയി, പൊതു താല്പര്യ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ പോയി. ഈ വിഷയം മാത്രമല്ല, കൊച്ചി തുറമുഖത്തിനെതിരെ കേസ് കൊടുത്ത്. എന്താ കാര്യത്തിൽ ഞാൻ തുറമുഖം വല്ലാർപാടൻ ടെർമിനൽ വന്നതിന് ശേഷമാണ് കടലോരം ഇത്രയും രൂക്ഷമായത്. അവിടെ ആഴപ്പെടുത്തുന്നതനുസരിച്ച് കൊണ്ട്, അവരെ ഡിക്ക് ചെയ്ത് ആഴപ്പെടുത്തുന്നതനുസരിച്ച് കൊണ്ട് വെള്ളച്ചാട്ടം ഉണ്ടാകുകയും അത് കറങ്ങിത്തിരിഞ്ഞ് വന്ന് തീരം തുരന്നുകൊണ്ട് പോവുകയും ചെയ്യും. ആ കൊണ്ടുപോയ തീരം കൊണ്ടുപോയി കൊച്ചി തുറമുഖത്തിൻ്റെ പടിഞ്ഞാറ് വശത്തൊരു ദ്വീപ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്, ഇവിടുന്ന് തുറന്നുകൊണ്ട് പോയ തീരം പിന്നീട് വെയിലിറക്ക സമയത്ത് വീണ്ടും പോർട്ടിൽ ചെന്ന് അടിയുകയും അവിടുന്ന് റിലയൻസിൻ്റെ കപ്പൽ വന്ന് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുപോയി പുറംകടലിടുകയും അവിടെ വേറെ ഒരു ദ്വീപ് ഉണ്ടാകുകയും ചെയ്തു. ഇതെല്ലാം കടലോരത്തെ ഗ്രാമങ്ങളാണ്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അത് പോസിറ്റീവായിട്ട് അംഗീകരിച്ചിട്ട് വെർഡിക്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക്, നമ്മുടെ വിഷയം അല്ലത്, അത് സാമൂഹ്യമാണ്. എന്താ, ഇത് ആദ്യകാലം മുതലുണ്ടായിരുന്ന മിഷനാണ് സാമൂഹ്യ ഉണർവ്, സാമൂഹ്യ ജാഗ്രത. ഇതുപോലെ സാംസ്കാരിക ജാഗ്രതയുണ്ട്. അത് സഭയുടെ സാംസ്കാരിക കലാപകേന്ദ്രങ്ങൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പുത്തമ്പാന, അമ്മാനം, ദേവാസ്തവിളി, പിച്ചപ്പാട്ട്, എണ്ണായിപ്പാട്ട്, ചവിട്ടുനാടകം, ഇങ്ങനെ 9ഓളം കലാരൂപങ്ങൾ മണ്ണടഞ്ഞു പോയിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ അമ്മ അന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അതിന് വേണ്ടി കൂടിയാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഒരു ഫ്ലോ സ്കൂൾ ചെയ്യാവുന്നതുണ്ട്. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ് കടലോരത്ത്. എറണാകുളത്തിൻ്റെയും ആലപ്പുഴയുടെയും ജില്ലയുടെ അതിർത്തിയിൽ ഒരു കേരള കോസ്റ്റൽ ഫ്ലോ സ്കൂള്. അപ്പോൾ അതിൻ്റെ അകത്ത്, ആ കെട്ടിടത്തിൻ്റെ അകത്ത് ഒരാൾ താമസിക്കുന്നുണ്ട്. അയാളെ ഒന്ന് മാറ്റി താമസിപ്പിക്കാനാണ് ഞാൻ ഈ 30 ലക്ഷം രൂപ എനിക്ക് തന്നത്. അത് വെറുതെ തന്നതല്ല. ഞാനൊരു സ്ഥലത്ത് പോയിരുന്ന് പ്രയാസത്തിൻ്റെ ഒരു കാലത്ത് 6 ദിവസം അടുപ്പിച്ച് ജപമാല ചൊല്ലിയപ്പോൾ ആ ഹോട്ടൽ വിറ്റുപോയി. അയാൾക്ക് 3-4 കോടി കടം ഉണ്ടായിരുന്നു. 4 കോടി കടത്തിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോവിഡ് വന്ന്, അപ്പോൾ ഞാൻ ക്വാറൻറ്റൈനിൽ പോയതാണ്. ക്വാറൻറ്റൈൻ ചെന്ന് ആ ഹോട്ടലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഹോട്ടൽ 6 ദിവസം കൊണ്ട് വിറ്റുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, 12 കൊല്ലമായിട്ട് വിറ്റുപോകാത്ത ഹോട്ടലാണ്. അത് വിറ്റുപോയപ്പോൾ എന്നോട് ചോദിച്ച്, അച്ഛന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ആളെ ഒന്ന് മാറ്റി താമസിക്കണം. ഭർത്താവിന് 70 വയസ്സുണ്ട്, ഭാര്യയ്ക്ക് 65 വയസ്സുണ്ട്, ഒരു മകനുണ്ട്. എങ്കിലും ആ പ്രായമുള്ള മനുഷ്യനെ നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ അയാൾക്ക് ജീവിക്കാനുള്ള മുഖം മുഴുവൻ കൊടുക്കണം. നല്ല ഒരു ചെറിയ വീട്ടിൽ അയാൾ താമസിക്കുന്നത്, ഒക്കെ നല്ലൊരു വീട് വെച്ച് കൊടുക്കണം, വാർത്ത വീട് വെച്ച് കൊടുക്കണം. പിന്നെ അയാൾക്ക് അത് കഴിഞ്ഞിട്ട് സ്ഥലം വാങ്ങിച്ചു കൊടുക്കണം, വേറെ സ്ഥലം വാങ്ങിക്കണം. അയാൾക്ക് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കണം. പിന്നെ എക്സ്ട്രാ ആയിട്ട് മണി കൊടുക്കണം, 5 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കണം. കാര്യം ഇപ്പോൾ എനിക്ക് അങ്കലാപ്പില്ലല്ലോ, 70 വയസ്സുള്ളൊരു മനുഷ്യനാണ്. അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ അയാൾക്ക് അങ്കലാപ്പില്ല. നല്ല വീട്ടിൽ താമസിക്കാൻ അയാൾക്ക് നല്ല റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു. അപ്പം തന്നെ മേടിച്ചു, റോഡ് സൈഡിൽ തന്നെ വാങ്ങിച്ചു. അപ്പം തന്നെ വീടിന് നിശ്ചയമായി, വീടിനെ ഏൽപ്പിക്കാനുള്ള കോൺട്രാക്ടറിനെ ഏൽപ്പിച്ചു. ഇനി അത് തീരുമ്പോൾ 5 ലക്ഷം രൂപയൊക്കെ കൊടുക്കും. ഇതൊക്കെ നമുക്ക് ഈ നടക്കുന്ന പ്രോജക്റ്റുകളെല്ലാം ചുമ്മാ ഒരു ഉടമ്പടിയിലും ജപമാലയും തീരണതാണ്. ഇതാണ് സന്തോഷത്തോടെ ഇരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം. അതായത് 12 കൊല്ലമായി ഹോട്ടൽ വിൽക്കണില്ല. അതിൻ്റെ പലിശ എന്ന് പറഞ്ഞാൽ 40,000 രൂപ വെച്ച് വരും ഒരു മാസം. ഏറ്റവും കുറഞ്ഞ പലിശയാണ്. ഓടിയായ കാരണം പലിശ കുറവാണ്. അയാൾ ബിസിനസ് മാൻ ആയത് കാരണം പലിശ കുറവാണ്. അപ്പോൾ എങ്കിലും ഇത് തന്നെ കൂടി കൊടുക്കണക്കിന് രൂപ പലിശയായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിനും തീരുമാനം ഇല്ലെന്നൊന്നും വിചാരിക്കരുത്. എന്താ കാര്യം, നീ ദൈവത്തിൻ്റെ തിരുസന്നിധി ഇരിക്കണം. എന്നെപ്പോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അങ്ങീര്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയത്തിനെല്ലാം, എന്ത് വിഷയമായാലും, ചീഞ്ഞ കേസായാലും, ഈ ആധ്യാത്മികയുടെ അടിസ്ഥാനത്തിൽ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് നിത്യം ആരാധന നടത്തുന്ന ഈ ആധ്യാത്മികത, ഉടമ്പടി ആധ്യാത്മികത അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതകാര്യത്തിന് തീരുമാനം ഉണ്ടാകും. ഇന്ന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. എന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നെഞ്ചത്ത് കട്ടിയുമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്രയും ഭാരം ഈ സംഭവത്തിനില്ല. നിങ്ങൾ ഇല്ലാത്ത ഭാരം വല്ലാതെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അത്രയും ഭാരമില്ല ഈ വിഷയത്തിന്. ഇപ്പം 54 വയസ്സായിട്ടുള്ള ചേടുത്തി പ്രസവിച്ച കാര്യം കഴിഞ്ഞ മാസങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അല്ലേ. 54 വയസ്സുള്ള ആൾ പ്രസവിക്കുക. അപ്പോൾ അങ്ങ് പ്രസവിക്കാൻ തോന്നുക എന്ന് തന്നെ പറഞ്ഞതാണ് തന്നെ വലിയ കാര്യമാണ്. അതെന്താണ് അങ്ങനെ തോന്നണത്? ഭയങ്കരമായ സങ്കടമായ ഒരു അവസ്ഥ അവർക്ക് വന്ന്. എന്താണ്, അവിടെ 21 വയസ്സുള്ള മകൻ വണ്ടി ഇടിച്ച് മരിച്ചു.
അപ്പോൾ സ്വാഭാവികമായി ഒരു മകനേ ഉള്ളൂ, അവൻ വണ്ടി ഇടിച്ച് മരിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ എപ്പോഴും അത് ഇരുന്ന് ചിന്തിക്കും. കാര്യം അത് കഴിഞ്ഞ മാസം സംഭവിച്ച സാക്ഷ്യമാണത്. ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളൊക്കെ ഇതുപോലെ വേറെ ഒരു ലെവൽ സാക്ഷ്യങ്ങളാണ്. അതാണ് മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. വേറെ ഒരു ലെവലാണിത്. എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം ഉടമ്പടി വൃത്തിയും മെയിനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരു ലെവലാണ്. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ, ഉടമ്പടി അതിൻ്റെ തനതായ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പ്രാബല്യത്തിൽ വരുത്തുവാൻ അഥവാ പ്രയോഗിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഇപ്പോൾ അഭിഷേകം ചെയ്യണം. ശ്രുതികട്ടെ. 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയും. അത് നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണതാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴും ഞാൻ പറഞ്ഞ വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം ഈ വിശ്വാസം മാത്രം പ്രയോഗിക്കുന്ന കൊണ്ടാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങളവർക്കും വിശ്വാസമല്ലേ എല്ലാം? വിശ്വാസം ഒരു പുല്ലുമല്ല. നമ്മളൊക്കെ പരസ്യം വരെ കേട്ടില്ല, വിശ്വാസമല്ലേ എല്ലാം. വിശ്വാസം ഒരു പുല്ലുമല്ല. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ പണി മേടിക്കും. വിശ്വാസം കൊണ്ട് ഹെവി ഡ്യൂട്ടി എടുക്കാൻ വലിയ പാടാണ്. വിശ്വാസമല്ല വിഷയം. ഉടമ്പടി വരുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിശ്വസ്തതയാണ്. ഫിഡലിറ്റി, ഫെയ്ത്ത് അല്ല, ഫിഡലിറ്റി. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ABCD വിശ്വാസിയായിട്ടിരിക്കും. അങ്ങനെ മരിക്കുകയും ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്ന് മരിക്കും. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. മറിയത്തിൻ്റെ ആധ്യാത്മികത എന്താ പറയണത്? ഇപ്പോൾ 1:49 ശ്രുതികട്ടെ. ലുക്ക 1:49 ശ്രുതികട്ടെ. ഹല്ലേലൂയ വായിച്ചോളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് തന്നെ നിനക്ക് വലിയ കാര്യങ്ങൾ എന്ന് നിൻ്റെ മനസ്സിൽ വന്നാൽ ഉടനെ നീ പറയണം, ഞാൻ വിശ്വസിക്കുന്നത് ശക്തനായവനിലാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ ലോജിക്ക് അതാണ്. ഒരു വലിയ കാര്യം നിനക്ക് ഉണ്ടായാൽ അപ്പം തന്നെ നിനക്ക് മനസ്സിലാകാമല്ലോ അത് നീ ചെയ്യേണ്ട കാര്യമല്ലെന്ന്. ഇല്ലേ? നമുക്കൊരു വലിയ കാര്യം വന്നു, അപ്പോൾ വലിയ കാര്യം വരുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാകാം ഇത് ചെയ്യേണ്ടത് ഞാനല്ല. ഒരു സിമ്പിളല്ലേ? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഉടനെ മനസ്സിലാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായി. 5-ാം തീയതി, മെയ് 5-ാം തീയതി സാക്ഷ്യം. അപ്പോൾ ആലപ്പുഴ ഒരു മൈക്കിൾ ജോൺ, തത്തമ്പള്ളി, ആലപ്പുഴ ടൗണിലാണ്, തത്തമ്പള്ളി എന്ന് പറയും. അപ്പോൾ അവിടെ മൈക്കിൾ ജോൺ എന്ന് പറഞ്ഞൊരു സഹോദരൻ, അയാൾക്ക് 50 വയസ്സ് കാണുമായിരിക്കും. അയാളുടെ സാക്ഷ്യത്തിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു ഹിഡിനെസ്സൊക്കെ തോന്നിയപ്പോഴേ 2020 അദ്ദേഹം പോയി ചെക്കപ്പ് നടത്തി. 2020 പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് പമ്പിങ് കുറവാണെന്ന് പറഞ്ഞ്, ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവാണ് എന്ന് പറഞ്ഞു. പമ്പിങ് വളരെ മോശമായ രീതി കുറവാണ്. എന്നുവെച്ചാൽ 40 ഉള്ളൂ കൗണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ശ്വാസം മുട്ടലുണ്ടാവും, അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ പിന്നെ എന്താണ് പോംവഴി? അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഭയങ്കരമാണ്, കൃപാസനം അടച്ചു പോയെന്ന്. സങ്കടമാണ് അദ്ദേഹത്തിന്. ഒരു ഹാർട്ട് അറ്റാക്ക് വരെ ഒരു നിമിഷങ്ങളിൽ ചെന്ന് എത്തിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഓർത്തത് കൃപാസനത്തെക്കുറിച്ചാണ്. പക്ഷേ കൃപാസനം അന്ന് അടച്ചു പോയെന്ന്. എന്താ കാര്യം? കോവിഡ് ആയത് കാരണം ഗവൺമെൻറ് അടപ്പിച്ചില്ലേ വന്ന്. അപ്പം അതുകൊണ്ട് അടച്ചു പോയി. പക്ഷേ എന്നിട്ട് പിന്നെ ഇപ്പോൾ അദ്ദേഹം പറയണേ, അടച്ചു പോയെങ്കിലും ഞാൻ ഓൺലൈൻ ഉടമ്പടി തുടങ്ങിയത് വലിയ ആശ്വാസമായി. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തെന്ന്. ഓൺലൈൻ ഉടമ്പടി ഇപ്പോൾ ഈ ആഴ്ചയിലൊക്കെ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട് ഓൺലൈൻ ഉടമ്പടിയുടെ. അതായത് അമ്മ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, എവരിത്തിങ്. എന്തെല്ലാം വിഷയമാണ് നമ്മുടെ മനുഷ്യർക്കുള്ളത്, അവരെ ആരെല്ലാം വിശ്വാസത്തോടെ എന്തെല്ലാം കാര്യങ്ങൾ അമ്മയുടെ മധ്യസ്ഥത ചെയ്യുന്നു, ആ ശക്തനായവൻ്റെ മധ്യസ്ഥയിൽ ആശ്രയിക്കുന്നു, അതെല്ലാം വലിയ കാര്യങ്ങൾ അമ്മ ചെയ്യും, അത് മധ്യസ്ഥത്തിലെ. അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി ചെയ്തതിന് ശേഷം ഇയാൾക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ സർവൈവിങ് കിട്ടി. ആ 40 ഡിഗ്രി ആണെങ്കിലും കൗണ്ടേ ഉള്ളെങ്കിലും സർവൈവിങ് കിട്ടി, നിലനിൽപ്പ് കിട്ടി. നിലനിൽപ്പ് വലിയൊരു കാര്യമാണേ. ഇപ്പം ഞാനിവിടെ കിഡ്നി രോഗികളെല്ലാം പ്രാർത്ഥിക്കും. എനിക്ക് എന്താ കിഡ്നി രോഗികളെ പ്രാർത്ഥിക്കണത്? ക്രിയാറ്റിൻ ബ്ലോക്ക് ചെയ്യാനും പ്രാർത്ഥിക്കുന്നതാണത്, അല്ലേ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിയാറ്റിൻ
കുറഞ്ഞ് അതിൻ്റെ ഫിൽട്ടറിങ് കപ്പാസിറ്റി, അതായത് പ്രാർത്ഥിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് കിഡ്നി രോഗികളുടെ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, 2 കിഡ്നിയെ മുട്ടിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ്? അപ്പോൾ അതുകൊണ്ട് എത്ര പേരാണ് അങ്ങനെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? എനിക്ക് തന്നെ ക്രിയാറ്റിൻ കൂടുതലായിരുന്നു. ഞാനിവിടെ ഇവിടെ തൈലമൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച കാര്യം ടെൻഷനായിരുന്നു. ഇടവകയും നോക്കണം, ഇതും നോക്കണം, ഓട്ടോ ആണ്, നീ പറഞ്ഞാൽ എന്തെല്ലാം തരം മിഷനാണ്. കർത്താവ് തന്ന എല്ലാ മിഷനോടും ഞാൻ സന്തോഷത്തോടെ യേസ് പറഞ്ഞിട്ടുണ്ട്. അതിന് പലയിടത്തും ഞാൻ ഞെരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പ്രഷർ വന്നിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ക്രിയാറ്റിൻ കൂട്ടിയുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? പ്രാർത്ഥിച്ച് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യും. എല്ലാത്തിനെയും എന്ത് വിഷയമാണെങ്കിലും പ്രാർത്ഥിച്ച് ഹൃദയമായാലും ഹാർട്ടായാലും ബിൽഡ്രൂവിനായാലും കരളായാലും പ്രാർത്ഥിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്താ കാര്യം? നമ്മൾ യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം എന്താണ്? ദൈവം സമസ്തവും. 1 കൊരിന്ത്യർ 15:26 എന്താ പറയണത്? ദൈവം സമസ്തവും. ഒന്ന് പറഞ്ഞേ. ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. അതിനകത്ത് എല്ലാം ഉണ്ട്. 1 കൊരിന്ത്യർ 15:26 ദൈവം സമസ്തവും. ഒന്ന് പറഞ്ഞേ. ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. ആ വചനത്തിൽ പറഞ്ഞ നിങ്ങള് ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പോഴ് 27 ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:27 1 കൊരിന്ത്യർ 15:27 വായിച്ചോളൂ. ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രശ്നം. അതായത് ചങ്കായാലും കരളായാലും കിഡ്നി ആയാലും ജപ്റ്റി ആയാലും നോട്ടീസ് ആയാലും കേസായാലും കടമായാലും സമസ്തവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം സമസ്തവും. ആ ഒരു ബോധം ഉണ്ടാകണം. യേശു ആകുന്ന ഒറ്റ നാമത്തിൻ്റെ താഴെയാണ് ദൈവം സമസ്തമാക്കി തീർത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിന് ഇല്ലാതിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. സമസ്തം വരത്തില്ലായിരുന്നു. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്യാതിരുന്നെങ്കിൽ ഈ സമസ്തമൊന്നും കൊണ്ടും വരത്തില്ല. എന്താ കാര്യം? ദൈവത്തിന് വേദനയില്ലല്ലോ. അപ്പം സമസ്തം പറയാൻ പറ്റത്തില്ല. മനുഷ്യന് വേദന മാത്രമല്ലേ ഉള്ളൂ. ഈ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം, അതിൻ്റെ ഉദ്ദേശം എന്താണ്? പാപമൊന്നുമല്ല. പാപം ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഇതാണ്. പക്ഷേ മനുഷ്യനോട് സാരൂപ്യപ്പെടുക, മനുഷ്യനോട് ഐക്യദാർഢ്യം പ്രവർത്തിക്കുക, അതിൻ്റെ പേരിലാണ് ദൈവം മനുഷ്യനായി. അതല്ലേ അവൻ നമ്മുടെ വേദനകളാണ് ചുമന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്നൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞില്ലേ 53:7 ഐശയ. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഐശയ 53:7 വായിച്ചോളൂ. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞ് അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഏശയ്യ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അതായത് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ അതിക്രമങ്ങളും എല്ലാം അവൻ ഒരു കുരിശായി മുൾക്കിരീടമായി സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തപ്പോഴാണ് സമസ്തത്തിൻ്റെ എന്നിട്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമസ്തം വരണത്. അതിൻ്റെ തന്നെ ക്യാൻസറും എല്ലാ സംഭവവും വരണത്. അതായത് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാത്തിനും പരിഹാരം ആരാണ്? യേശുവാണ്. അതാണ് യേശു എല്ലാമാണെന്ന് പൗലോസ് പറയണത്. കൊളോസ്യസ് 3:11 ഏറ്റു പറഞ്ഞേ. കൊളോസ്യൻസ് 3:11 യേശുക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പിടിയിട്ടില്ലേ? അപ്പോൾ യേശുക്രിസ്തു എല്ലാം ആകണം എപ്പോഴാണ്? അവൻ മനുഷ്യപ്രകൃതി എടുത്തതിന് ശേഷം മനുഷ്യൻ്റെ വേദന അവൻ സ്വയം ഏറ്റെടുത്ത് അതിന് പാപത്തിന് പരിഹാരം ചെയ്ത് അവൻ മരണം പ്രാപിച്ചതിന് ശേഷം ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കഴിയുമ്പോഴാണ് വേദനയും രോഗവും എല്ലാ ക്ലേശങ്ങളും എല്ലാം അവൻ്റെ നാമത്തിൻ്റെ കീഴിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവൻ്റെ നാമം
കേൾക്കുന്ന മാത്രയിലെ ഭൂസ്വലോകങ്ങളിലുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാലും അടക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ. അല്ലേ, ഇൻക്ലൂഡിങ് നോൺ ക്രിസ്ത്യൻസ്. അല്ല, ക്രിസ്ത്യൻസിൻ്റെ മാത്രമല്ല. അതുകൊണ്ട് ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ക്രൈസ്തവരല്ല കൂടുതൽ ആൾക്കാർ സാക്ഷ്യം പറയണത്. എന്താ കാര്യം? യേശു എല്ലാവരിലുമാണ്, എല്ലാമാണ്. എല്ലാവരും അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടല്ലോ. പിന്നെ IELTS, MOH, അതും എല്ലാ പരിപാടിയും അതിൻ്റെ അകത്തുണ്ട്. നിൻ്റെ തലവേദന, ക്യാൻസർ, നിൻ്റെ നിത്യജീവൻ ആണല്ലോ ഏറ്റവും അവസാനം. അതുവരെ എല്ലാമാണ്. യേശുക്രിസ്തു എല്ലാമാണ്. ഒന്ന് പറഞ്ഞേ, യേശുക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്, എല്ലാവരിലുമാണ്. അപ്പോൾ ഈ എല്ലാവരിലും ആയതെങ്ങനെയാണ്? അവൻ്റെ മനുഷ്യാവതാരത്തോടെയും കുരിശുമരണത്തോടെയുമാണ് അവൻ എല്ലാവരിലും ആയത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ മാലാഖ അമ്മയോട് പറയണത് എന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്ന് പറഞ്ഞിട്ട് വിജാതിയർ അവന് പ്രത്യാശ വെക്കും എന്ന് പറയുമ്പോഴേ ശെമയോൻ്റെ കയ്യിൽ ഈശോയെ കൊടുക്കും, ഉണ്ണീശോനെ കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താ പറയണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന. അപ്പം ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കണമല്ല. ലൂക്ക 2:30 ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ, രക്ഷ. അപ്പം ഇതിനെല്ലാം കൂടി ഒറ്റ നാമമാണ് പറഞ്ഞത്. അനുഗ്രഹം നമുക്ക് വേണ്ടതൊക്കെയാണ് വേണ്ടത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേണം. അതിനെല്ലാം കൂടി ഒറ്റ വാക്കാണ് പറയണത്. എന്താണ്? രക്ഷ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ ഈ സമഗ്രമായിട്ടുള്ള വീണ്ടെടുപ്പ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും ഇറസിസ്റ്റബിളായിട്ടുള്ള ഒരു പ്രെയർ ഇൻ്റർസെഷനാണ് മെരിയൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മാതാവിനെ എന്തുകൊണ്ടാണ് വൈ വി പ്രൊമോട്ട് മേരി? വേറെ ആരെയും പ്രൊമോട്ട് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? എല്ലാ കാലങ്ങളിലും ഉടമ്പടി ഉണ്ടായിരുന്നു. എല്ലാ കാലങ്ങളിലും നോഹിൻ്റെ കാലത്ത് ഉടമ്പടി ഇല്ലായിരുന്നു. നോഹൻ ദൈവമായിട്ട് ഉടമ്പടിയില്ല ചെയ്തത്. അതിൽ നമ്മൾ തിരിപച്ചതിരിയായിട്ടിരിക്കണേ. നമ്മുടെ ഉടമ്പടി തിരിപച്ചതിരിയാകാൻ കാര്യം എന്താണ്? നോഹിനോട് ഉടമ്പടി ചെയ്ത് പ്രളയം കഴിഞ്ഞപ്പോഴേ, പ്രളയം കഴിഞ്ഞില്ലേ, ആ സമയത്ത് എല്ലാം ചീഞ്ഞു പോയില്ലേ, ചീഞ്ഞു പോയില്ലേ. ഇപ്പോൾ രണ്ടാമത് ദൈവം ഇത് റിസ്റ്റോർ ചെയ്യണ സമയത്ത് ഒരു വാക്ക് മോസസിനോട്, നോഹിനോട് പറയും. എന്താണ്? ഐ വിൽ റിസ്റ്റോർ, ഐ വിൽ ഗിവ് യു ദ ഗ്രീനറി. അതായത് പച്ചപ്പുതച്ച ഭൂമി നിനക്ക് അവകാശമായി നൽകും. അപ്പോഴേ ഈ പച്ച വീണ്ടും ഒരു റിസ്റ്റോറിങ്ങിൻ്റെ, ഇപ്പം നിൻ്റെ കടം വന്നു, നിനക്ക് രോഗം വന്നു, നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, ഇതെല്ലാം റീസ്റ്റോർ ചെയ്യും. റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. മനസ്സിലായോ? ഉടമ്പടി പുതിയ പരിപാടിയൊന്നുമല്ല, പണ്ട് മുതലേ ഉള്ളതാ. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഉടമ്പടിയുടെ അപ്ഡേഷൻ എന്താ വന്നിരിക്കുന്നത്? അമ്മമാതാവ് ഹൃദയഘടികാരവുമായി നെഞ്ചത്ത് ചാർത്തി പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നപ്പോൾ 2015 അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി, കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് ആ കൃപാവര പദ്ധതിയായിട്ട് ഉടമ്പടി തരണത്. ആ ഉടമ്പടിക്ക് ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഉടമ്പടിയിലേക്കാളും ഈ അപ്ഡേഷൻ വന്നിരിക്കുന്നത് എന്താണ്? മരിയൻ ഉടമ്പടി. ഇപ്പം നോഹിൻ്റെ ഉടമ്പടിയാണ്, എബ്രഹാത്തിൻ്റെ ഉടമ്പടിയാണ്, മോസസിൻ്റെ ഉടമ്പടിയാണ്. യേശുവിൻ്റെ ഉടമ്പടി കൂട്ടണ്ട. കാര്യം അത് ഈ മനുഷ്യൻ നമ്മൾ പറഞ്ഞ കഞ്ഞിക്കപ്പ IELTS പരിപാടിക്കൊന്നുള്ളതല്ല. അത് നിത്യജീവന് വേണ്ടിയുള്ളതാണ് കുർബാന. അത് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അല്ലാതെ മനുഷ്യന്മാരുമായിട്ട് ദൈവം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഉടമ്പടിയും അതിന് കുറച്ച് കാലതാമസം വന്നു പോകുന്നുണ്ട്. മരിയൻ ഉടമ്പടി കാലതാമസം വരാത്ത ഇതാണ് അപ്ഡേഷൻ. ഉടമ്പടി വന്ന അപ്ഡേഷൻ എന്താണെന്ന് അറിയണം. ഇപ്പോൾ എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്തില്ലേ? എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തത് എന്താണ് ചെയ്തിരിക്കുന്നത്? നിനക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി നൽകും. അതാണ്. പക്ഷേ ചൂണ്ടിക്കാണിക്കുന്ന ദേശം എബ്രഹാത്തിന് കൊടുക്കണ സമയത്ത് എബ്രഹാത്തിന് 75 വയസ്സുണ്ടല്ലേ? സാറായ്ക്ക് 75 വയസ്സുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ചൂണ്ടിക്കാണിക്കുന്ന ദേശം, ദൈവത്തിൻ്റെ വാഗ്ദാനം അത് പാലിക്കാൻ വേണ്ടി എബ്രഹാത്തിന്
ആവശ്യമായ ഫെയ്ത്ത് എബ്രാഹത്തിന് കുറവായിരുന്നു. പൗലോസ് അപ്പോസ്തലനാണ് എബ്രാഹത്തിനെ പ്രൊമോട്ട് ചെയ്യണത്. അങ്ങനെയൊക്കെ മാതാവിന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്, വേറെ കേസ് കേട്ടൊന്നുമില്ല. എബ്രാഹത്തിന് ഫെയ്ത്തിൻ്റെ ഒരു പിതാവാക്കി മാറ്റുന്നത് ആരാണ്? പൗലോസാണ് ശരിക്കും. പക്ഷേ എബ്രാഹത്തിൻ്റെ നമ്മൾ എങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയാലും നമുക്ക് ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? പുള്ളിക്കാരൻ ഇടയ്ക്ക് സാറാ ചേട്ടത്തിൻ്റെ വാക്ക് കേട്ടില്ലേ? ഹാഗറിനെ പ്രാപിച്ചു, ഇസ്മയിൽ ജനിച്ചു. അപ്പോൾ ദൈവം കൊടുത്ത വാഗ്ദാനം കഴിഞ്ഞപ്പോൾ 86-ാമത്തെ വയസ്സിലാണ് ഇസ്മയിൽ ജനിക്കുന്നത്. 75 വയസ്സിലാണ് ആ വാഗ്ദാനം കൊടുക്കുന്നത്. ഒരു 75, 10, 85, 1, 80, 11 കൊല്ലം ഈ വാഗ്ദാനം കാത്തിരുന്നപ്പോൾ പുള്ളിക്ക് ബോറടിച്ച്. ഇതാണ് പ്രശ്നം. എബ്രാഹത്തിൻ്റെ ഫെയ്ത്തിൽ വന്നിരിക്കുന്നൊരു കുഴപ്പം അതാ. അത് ചില്ലറ കുഴപ്പമല്ല ഉണ്ടാക്കിയത്. അതായത് കഴിഞ്ഞ ദിവസം ഉടമ്പടി ഉഴപ്പാനുള്ള സാധ്യതയുണ്ട്. കാരണം എബ്രാഹത്തിൻ്റെ ഉടമ്പടി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു വെച്ചാൽ, എബ്രാഹത്തിൻ്റെ ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് 25 വർഷം താമസിച്ചത്? കാലതാമസം വന്നത് എന്താ? അതിന് പ്രോപ്പർ മീഡിയേഷൻ ഇല്ലാഞ്ഞ കൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? എബ്രാഹത്തിൻ്റെ ഉടമ്പടിക്ക് പ്രോപ്പർ മീഡിയേഷൻ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ മീഡിയേഷൻ എന്ന് പറയുന്നത് ഈ ഉടമ്പടിക്ക് മാധ്യസ്ഥം വേണ്ടേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു കരാറുണ്ടെങ്കിൽ അതിനൊരു സാക്ഷി ഉണ്ടാകുമല്ല കരാറിന്. ആ സാക്ഷി ഇപ്പോൾ നമ്മൾ ജാമ്യത്തിൽ ഇറക്കുന്ന ആളാണെങ്കിൽ പോലും അയാളുടെ പറ്റിച്ചിട്ട് വെച്ചല്ലേ ഇറക്കണത്. അപ്പോൾ ഈ മധ്യസ്ഥം നിൽക്കുന്ന ആളിൻ്റെ കപ്പാസിറ്റി ഒരു പ്രധാന വിഷയമാണ്. കപ്പാസിറ്റി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ എന്താ പ്രശ്നത്തിൽ ഈ മാധ്യസ്ഥം നിൽക്കുന്ന ആളിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ സംഭവം പെട്ടെന്ന് നടക്കും കാര്യം അതാണ് മരീൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ മോസസിനാണെങ്കിൽ പോലും 40 കൊല്ലം എടുത്തില്ലേ? 4 ദിവസത്തെ ഏർപ്പാടല്ലേ ഉള്ളു. എന്നാൽ 4 മാസം എടുത്തു. പുറപ്പാടിൻ്റെ പുസ്തകത്തിലേ തരുമ്പാല ഒഴുകുന്ന വാഗ്ദാന ദേശം തരാമെന്ന് പറഞ്ഞത് ആരോടാണ്? മോസസിനോട് അല്ലേ? അകപ്പാടെ ഇവിടെ ഭൂമിക്ക് ചുറ്റും കറങ്ങേണ്ട കാര്യമില്ലേ? നേരെ അങ്ങോട്ട് നടന്ന് പോയാൽ മതി. 4 ദിവസം. ബസ്സിനാണെങ്കിൽ രാവിലെ 10 മണിക്ക് പോയാൽ ഞാൻ 10 മണിക്കാണ് അവിടെ നിന്ന് ഇസ്രയേലിൽ നിന്ന് പോകുന്നത്. ഞാൻ ഈജിപ്തിലെത്തിയപ്പോൾ വൈകുന്നേരം 5 മണി, അത്രേ ഉള്ളൂ സമയം. മരുഭൂമി നേരെ കിടക്കുന്ന റോഡല്ലേ. ആകപ്പാടെ 10, 9, 11 മണിക്കൂർ എടുക്കും. നടക്കാനാണെങ്കിൽ 4 ദിവസം എടുത്തു. ഇത് 40 ദിവസമാണ് മോസസ് എടുത്തത്. അതാണ് പ്രശ്നമായിപ്പോയത്. 40 ദിവസം എടുത്തു കഴിഞ്ഞപ്പോഴെന്ത് ഇതിങ്ങനെ ഉടമ്പടി തന്നിരിക്കുന്ന സംഭവത്തിലല്ലേ സമയത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം എബ്രാഹത്തിൻ്റെ ഉടമ്പടിയിലില്ല. അതുകൊണ്ടാണ് 25 വർഷം എടുത്തത്. ഒരു ഉടമ്പടിയിലെ സമയബന്ധിതമായിട്ട് സമയത്തെ കൺട്രോൾ ചെയ്യാനുള്ള നിയന്ത്രിക്കപ്പെടേണ്ട ഒരു വിഷയം, എപ്പോഴും നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ട ഒരു വിഷയം എന്താണ്? സമയം തന്നെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പല വിഷയത്തിൻ്റെ മേലും തീരുമാനം ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ കോവിഡിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചപ്പോൾ കോവിഡിനെ നിയന്ത്രിക്കാവുന്ന രീതിയിലായിട്ടുണ്ട് ഇപ്പോൾ അല്ലേ? അപ്പം അതുപോലെ ഈ സമയത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകം മോസസിൻ്റെ ഉടമ്പടിയിലില്ല, എബ്രാഹത്തിൻ്റെ ഉടമ്പടിയിലില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന് ഉള്ള ഒരു പെർഫെക്റ്റ് റെസിസ്റ്റബിളായിട്ടുള്ള ഒരു പ്രെയർ മീഡിയേഷൻ്റെ സപ്പോർട്ടില്ലാത്ത ഉടമ്പടി. അതുകൊണ്ട് ഇതിങ്ങനെ കാലാതീതമായിട്ട് നീണ്ടുപോകും. എബ്രാഹത്തിൻ്റെ 25 കൊല്ലം എടുത്ത് അങ്ങനെ നീണ്ടുപോയപ്പോൾ കൊണ്ടാണ് സാറാ ചേട്ടത്തിക്ക് പേടിയായത്. നീണ്ടുപോകും തോറും പേടി വരുമല്ലോ. ഇപ്പം നമ്മുടെ ഒരു വസ്തു ജപ്തി നടക്കാൻ പോവുകയാണ്, അത് ഇങ്ങനെ വസ്തു ഇപ്പം ചിലരൊന്നും പറഞ്ഞാൽ അച്ഛാ വസ്തു ജപ്തി ആകാൻ പോണച്ചാ ആക്കുമ്പോൾ ഒന്ന് വിറ്റ് മാറ്റിയാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ നമുക്ക് വിൽക്കുകയും ചെയ്യാം, നമുക്ക് വല്ലതും കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ ആ വസ്തു പോവുകയും ചെയ്യും, പിന്നെയും നമ്മൾ കാശ് ബാങ്കിൽ അടക്കേണ്ടിയും വരും. അതാണ് ഇപ്പോൾ സമയത്തിൻ്റെ ഒരു കുഴപ്പമാണത്. അപ്പോൾ ആ സമയത്തെ ചുരുക്കാൻ കഴിഞ്ഞാൽ പല വിഷയങ്ങൾക്കും സമാധാനമാകും. സമയച്ചുരുക്കം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിലുണ്ടായിരുന്ന സമയമാണ്, സമയഘടികാരം. അതിൻ്റെ മോഡലപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണ വരെ അൾത്താറയിൽ അതുപോലെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. എന്തിനാണ് ചെല്ലണത്? അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ പഠിക്കണം. അതിൻ്റെ വിവേചനം അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത്. ഇപ്പം ഞാൻ പറയണ പോലെയല്ല, ഞാനെൻ്റെ സാക്ഷിയാണ്. പക്ഷെ സാക്ഷിയല്ലല്ല പ്രധാനപ്പെട്ടത്. ആർക്കും കയറി പറയാമല്ലോ,
ഓരോരുത്തർക്ക് എന്നിങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് തട്ടിപ്പ് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയുള്ള ചുമ്മാ തിരക്കിട പരിപാടി ഉടായിപ്പാണെന്ന് പറയാമല്ലോ, തീർച്ചയായിട്ടും പറയാം. അതുകൊണ്ട് നമ്മൾക്ക് സഭയുണ്ട്. സഭയാണിത്. എന്താണ് സംഭവിച്ചോ അല്ലെങ്കിൽ സംഭവിച്ചില്ലേ? ഇപ്പം ഇന്ന് ഒരു സാക്ഷ്യം വന്നത്, ഇപ്പം ഈ അതായത് സാക്ഷ്യത്തിൻ്റെ നിലവാരമെല്ലാം നിഷ്പക്ഷമായിട്ട് പരിശോധിച്ചാൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിന് ഒരു 10 തെളിവെങ്കിലും നമുക്ക് കിട്ടും. ഇവിടെ 10,000 സാക്ഷ്യങ്ങളുണ്ടാവും. ചില സാക്ഷ്യങ്ങൾ സാധാരണ സാക്ഷ്യങ്ങൾ എഴുതി തള്ളിക്കോ, സാധാരണ സംഭവിക്കുന്നതാണ്, പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതാണെന്ന് വിചാരിച്ച് എഴുതി തള്ളാം. പക്ഷേ ചില സാക്ഷ്യങ്ങൾ മേജറാണ്. മേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സ്വഭാവങ്ങൾ കാണിക്കുന്ന ചില വലിയ സാക്ഷ്യങ്ങളുണ്ട്, വൻ കാര്യങ്ങൾ. അതിപ്പോൾ ഈ മൈക്കിൾ ജോണിൻ്റെ അതുപോലെ സാക്ഷ്യമാണ്. മൈക്കിൾ ജോണിന് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ കൗണ്ട് കുറഞ്ഞു. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കാർഡിയോളജിസ്റ്റ് 2 പേരുണ്ട്. അയാൾ 2 പേരെയും പോയി ഒരാളെ ഒപ്പീനിയൻ എടുത്ത് 2 ആളെ സെക്കൻഡ് ഒപ്പീനിയന്, അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ആ 2 ഹോസ്പിറ്റൽ മാറിയിട്ട് അവിടുത്തെ മെയിൻ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചിരിക്കുന്നത്. കാണിച്ചാൽ പറഞ്ഞ്, സാറേ ഇതിനകത്ത് പ്രശ്നമുള്ളത് എൻ്റെ കൗണ്ട് ഒരിക്കലും 6 കൊല്ലമായിട്ട് കൂടണില്ല, ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് ചെല്ലും തോറും ഹാർട്ട് മാറ്റി വെക്കേണ്ടി വരും, ഹൃദയം മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്പേസ് മേക്കർ വെക്കണം. അപ്പോൾ സ്പേസ് മേക്കർ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അവസാനം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ആക്കി വരിക 8 ലക്ഷം രൂപയാണ്. ബാക്കിയെല്ലാം ഇവിടെ സെറ്റാണ്. ഹോസ്പിറ്റൽ സ്പേസ് മേക്കർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 8 ലക്ഷം രൂപ വേണ്ടി വരും. നിങ്ങൾക്ക് 8 ലക്ഷം രൂപ കെട്ടിവെക്കണം, അല്ലെങ്കിൽ ഈ സ്പേസ് മേക്കറിന് 8 ലക്ഷം രൂപ കെട്ടിവെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ പോളിസിയുടെ പേപ്പർ കാണിക്കണം. അപ്പോൾ വളരെ സീരിയസ് ആണ്. ഇയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. രാത്രിക്ക് നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും ഉണ്ട്. സമയത്ത് എന്ത് സംഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് പുള്ളിയുടേത്. അപ്പോൾ ഇങ്ങനെ നാളെ ഫിക്സ് ചെയ്ത്, അതായത് കഴിഞ്ഞ മെയ് 4-ാം തീയതി നടക്കേണ്ട കേസാണത്. മെയ് 4-ാം തീയതി സ്പേസ് മേക്കർ വെക്കാൻ വേണ്ടിയുള്ളത് അവിടെ ഫിക്സ് ചെയ്ത്, ഗവൺമെൻറ് ഡോക്ടർ ഫിക്സ് ചെയ്ത്. അപ്പോൾ ഇയാൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ പക്ഷേ ഇതിൻ്റെ മനുഷ്യൻ 2 കാര്യങ്ങൾ ചെയ്ത്, അതായത് ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിച്ചു, കൃപാസനം തുറന്നപ്പോൾ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്തു. ഇപ്പോൾ ഉടമ്പടിയിലാണ് അങ്ങേരുടെ ഹൃദയം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി ഇങ്ങനെ ഓരോ ഹൃദയങ്ങളെയും ജീവിതവും എല്ലാം ഇങ്ങനെ നിലനിർത്തി കൊടുക്കും. കാര്യം ഇത് നിലനിർപ്പിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. അപ്പോൾ അദ്ദേഹത്തിന് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ആ ഗ്യാരണ്ടിക്ക് പറ്റുന്ന രീതിയിലുള്ള ഭയങ്കര അങ്ങേർക്ക് ഭയങ്കര ഈ വിശ്വാസമാണ്. അമ്മയുടെ കപ്പാസിറ്റിയിൽ, മധ്യസ്ഥ കപ്പാസിറ്റിയിൽ വല്ലാത്ത വിശ്വാസമുള്ളൊരു മനുഷ്യനാണ്. അത് നിങ്ങളങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. ആൾക്കാർക്കൊക്കെ പറ്റണത് ഈ വിശ്വാസത്തിൽ ഒക്കുക. ഒത്തില്ലേ എന്ത് ചെയ്യും? നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ വിശ്വാസം നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണോ ദൈവം ഇടപെടാത്തത്? ഇങ്ങനെ പണ്ടത്തെ പാപങ്ങളൊക്കെ ചിന്തിച്ച് പിശാച് നിങ്ങളെ ഒരു പരുവത്തിലാക്കി, ഒരു വഴിയിലാക്കിയിട്ടുണ്ട് നിങ്ങളെ. ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവത്തിരുസന്നിധി വരുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കണത് പണ്ട് ജീവിച്ചിരുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ദൈവം കേൾക്കാത്തത്. ഈ പേജ് അങ്ങോട്ട് പറിച്ചു കയറി കളഞ്ഞേക്കണം പുസ്തകത്തിൽ തന്നെ. ഈ പേജ് കിടക്കണമെന്നും കാരണം ഈ പുസ്തകം മൊത്തം തെറ്റാണെന്നുള്ള ഒരു ധാരണ വരും. പണ്ട് എനിക്കുണ്ടാകുന്ന ഒരു പരിപാടിയാണ്. ഞാൻ കുനുകുന ഓവർ റൈറ്റിങ് എഴുതി വരുമ്പോൾ ആ പേജ് മോശമാണെങ്കിൽ ഞാൻ വലിച്ചേക്ക് ദൂരക്കളയും. എന്തിനാ അതിൻ്റെ അകത്ത് നമ്മൾ തുറക്കുമ്പോൾ ഈ തെറ്റ് കണ്ടുകൊണ്ടിരിക്കും. വേണ്ട ആവശ്യമില്ല, തീർക്കളഞ്ഞേക്കണം. ഇതുപോലെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ ആ പേജ് കീറിക്കളയുന്നതാണ് നല്ലത്. കാര്യം എൻ്റെ പാപങ്ങൾ, എൻ്റെ പൂർവികരുടെ പാപങ്ങൾ, ആനകൂന എന്തെല്ലാം മനുഷ്യനെ മൂക്കുകൊണ്ട് എന്തെല്ലാം ആവരപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഇങ്ങനെ പൂർവികരുടെ പാപങ്ങളും അല്ലാത്ത പാപങ്ങളും കുറേ ദോഷങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യനെ പിരികേറ്റി അവനെ ഭ്രാന്ത് പിടിപ്പിച്ച് 2 ചെമ്പരത്തിപ്പൂവും വെച്ചുകൊണ്ടാണ് ചില ധ്യാനകേന്ദ്രങ്ങൾ ആൾക്കാരെ പുറത്തിറക്കണത്. പാപം പറഞ്ഞ് ചെമ്പരത്തിപ്പൂ തലയെ വെച്ചിട്ട് നടത്തുന്നുണ്ട്. ഇവിടെ ഒരു വെച്ചാൽ അപ്പം ധ്യാനം വേറെ ഒരു കുഴപ്പം ഇവനില്ല, അവൻ ധ്യാനം കൂടിയ പ്രശ്നം മാത്രമേ ഉള്ളെന്ന് പറയും. എന്താ കാര്യം? പാവബോധം അടിച്ച് തലയെ കയറ്റിയിട്ടിടല്ല, ഇവരൊരു പരുവായിരിക്കുകയും ആവശ്യമില്ലാത്ത ഒരു പാവബോധം തലക്കയറ്റരുത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ കയ്യിരിപ്പ് കൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ
അത് കേൾക്കാനും നോക്കാനും പറയാനും അന്വേഷിക്കാനും നിങ്ങളെ വീണ്ടെടുക്കാനും നിൻ്റെ യേശു ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അമ്മയോട് മാലാഖ പറഞ്ഞത് എന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് എന്താണ് വെട്ടിക്കുരുവെന്നാ? അല്ല, മോചിപ്പിക്കുമെന്നാണ്. ഇത് വെരി സിമ്പിളല്ലേ? എന്തിനാ ആൾക്കാരെ പഠിപ്പിക്കണേ? എന്തെന്നാ മംഗള വാർത്ത, സന്തോഷ വാർത്ത എന്താണ് മാതാവിനോട് പറഞ്ഞത്? അവൻ തൻ്റെ ജനങ്ങളെ എന്ന് വെച്ചാൽ തന്നെ വിശ്വസിക്കുന്നവരെ, ആരായാം, അത് ക്രിസ്ത്യാനിയാകാം അല്ലാതായിരിക്കാം, യേശുക്രിസ്തു വിശ്വസിക്കുന്ന വ്യക്തി അവൻ്റെ തന്നെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുക. കർത്താവ് എന്താ പറഞ്ഞ? സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെന്താണ്? 1 Corinthians 5:16 വചനമില്ലേ? സന്തോഷത്തോടെ ഇരിക്കുക. അതായത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര പൊട്ടത്തരങ്ങൾ കാണിച്ചാലും ശരി, കർത്താവ് പതുക്കെ ഈ ആട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുമല്ലോ അല്ലേ? അപ്പോൾ ഇടയൻ ആ വലിയ വടി കൊണ്ട് ഇതിനെ തടുത്ത് അതിനെ വഴിക്ക് കൊണ്ടുവരും. ഇതൊരു വഴി നടത്തലാണ്. ഇതുപോലെ ഈ മൈക്കൽ ജോൺ എന്ന് പറഞ്ഞ മനുഷ്യനില്ലേ, അദ്ദേഹത്തിന് നാളെ സ്പേസമൊക്കെ വെക്കണം. അതായത് കഴിഞ്ഞ മാസം ഈ മാസം മെയ് 5-ാം തീയതി. അപ്പോൾ മെയ് 4-ാം തീയതി വൈകുന്നേരം അദ്ദേഹം ഒരു ചെക്കപ്പ് നടത്തണം. അതിൻ്റെ റിപ്പോർട്ട് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലണം. ആ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഈ ലാസ്റ്റ് ECG അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ ബ്ലഡ് ഷുഗർ, അങ്ങനെ കുറേ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ നാട്ടിൽ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്താ സംഭവിച്ചാൽ, അദ്ദേഹം മുറിയിലോട്ട് കയറുമ്പോൾ അദ്ദേഹം മൊബൈൽ ഓഫ് ചെയ്ത് അവിടെ ചെന്ന് ഡോക്ടറോട് സംസാരിക്കുന്ന സമയത്ത് ഇത് അടിക്കരുതല്ല, അതുകൊണ്ട് മാന്യതയ്ക്ക് അദ്ദേഹം ഓഫ് ചെയ്ത് അകത്ത് കയറിയപ്പോഴാണ്, പാർലറിൽ കയറിയപ്പോഴാണ് അവിടുത്തെ ഒരു സാധാരണ വെയിറ്റർ, ഒരു കസ്റ്റോഡിയൻ ഉണ്ട്, അദ്ദേഹം വന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യട്ടോ, ഡോക്ടർ ഇത്തിരി താമസിക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ ഇത്തിരി താമസിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് ഡോക്ടർ അവിടെ നിന്ന് ഓൺ ദി വെയിലാണ്, ഇത്തിരി താമസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യും. അദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ, ഒരു അരമണിക്കൂർ എടുക്കും. ആ ടെസ്റ്റ് ചെയ്യണ സമയം, അതായത് ഡോക്ടർ വരുന്ന സമയം, ഈ ഡോക്ടറിൻ്റെ സമയം താമസിപ്പിക്കുന്നത് ആരാണ്? അമ്മയാണ്. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇദ്ദേഹത്തിന് അവിടെ കൊണ്ടുവന്ന് മൊബൈൽ ഓഫ് ചെയ്യിച്ചതും അമ്മയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായിട്ട് ചെറുതായിട്ട് ഒന്നും സംഭവിക്കണില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഒരു നാണയത്തുട്ടിന് 2 കുരുകൾ വെക്കപ്പെടുന്നില്ലേ, അതിലൊന്നു പോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴുന്നില്ല. ലൂക്ക 12:6 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ, അവയിലൊന്നു പോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കുന്നില്ല. നിങ്ങളുടെ തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയേറിയവരാണല്ലോ. അപ്പം നിസ്സാര കാര്യങ്ങൾ പോലും നിരീക്ഷണത്തിലാണ്. വിശ്വാസി, നിൻ്റെ അവകാശം എന്താണെന്ന് അറിയാവോ? 1 പത്രോസിൻ്റെ 3:9 പറയും, അനുഗ്രഹം എന്ന് പറഞ്ഞ്, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നിസ്സാര കാര്യങ്ങൾ പോലും നിരീക്ഷണത്തിലാണ്. യു ഗോട്ട് ദ പോയിന്റ്. മൈക്കൽ ജോണിൻ്റെ സാക്ഷ്യം എന്താണ്? അദ്ദേഹം ഡോക്ടറിനെ കാണാൻ വേണ്ടി അകത്തോട്ട് കടന്നു, മൊബൈൽ ഓഫ് ചെയ്തു. ആര് പറഞ്ഞിട്ട്? അമ്മ പറഞ്ഞിട്ട്. ഡോക്ടർ വഴി താമസിച്ചു. ആര് പറഞ്ഞിട്ട്? അമ്മ പറഞ്ഞിട്ട്. എല്ലാം നിരീക്ഷണത്തിലാണ്. ഡോക്ടർ നിരീക്ഷണത്തിലാണ്, രോഗി നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഓഫ് ചെയ്യപ്പെട്ട മൊബൈലുമായിട്ട് ഇദ്ദേഹം ഡോക്ടറിന് പാർലറിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകും. അദ്ദേഹം തന്നെ ഞെട്ടും, ഇത് ഞാൻ ഓഫ് ചെയ്തതാണല്ലോ, ഉറപ്പുവരുത്തിയതാണല്ലോ. പക്ഷെ ഓണായി കഴിയുമ്പോഴേ ഈ മൊബൈൽ 2 കാര്യങ്ങൾ സംഭവിക്കും. പെട്ടെന്ന് കൃപാസനത്തിൽ ലിങ്ക് വരും, വണക്കമാസം നടക്കുന്ന ലിങ്ക് വരും. വണക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്, വണക്കത്തിൽ ലിങ്ക് വരുമ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് 1.25 മണിക്കൂർ ഈ പ്രാർത്ഥന മുഴുവനും ചങ്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, എൻ്റെ ലാസ്റ്റായിട്ടുള്ള ഒരു സമയമാണിത്. എന്നിട്ട് അയാൾ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇടപെടണം. അമ്മയെ ആശ്രയിച്ചാണ് ജീവിക്കണത്, വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ കുറേ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ
അദ്ദേഹത്തിന് വർത്തമാനങ്ങളുണ്ട് ദൈവത്തോടുള്ള, ഭയങ്കര പച്ച വർത്തമാനങ്ങളാണ് ചെയ്യണത്. നമ്മുടെയൊക്കെ എല്ലാം ഇങ്ങനെ ഈ ഉണക്ക മുന്തിരിങ്ങയൊക്കെ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പാകപ്പെടുത്തിയ സാധനമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പാകപ്പെടുത്താത്ത പ്രാർത്ഥനയാണ് പച്ചപ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇതൊരു പച്ച ചുവക്കുന്നുണ്ട്, എല്ലാത്തിനും ഒരു ഫ്രഷ്നെസ് ഉണ്ട്, ഒരു ഫ്രഷ്നെസ്. അതായത് ദൈവം ഇതുപോലെ നമ്മൾക്ക് വാട്ട് വി ഫീൽ ആസ് ഇറ്റ് ഈസ് വി പ്രസൻറ്റ്, അതിനാണ് പച്ചപ്രാർത്ഥന എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യണത്, ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ എന്ത് ഫീൽ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അമ്മയോട് അല്ലെങ്കിൽ അപ്പനോട് പറയണ പോലെ, അവരോട് പോലും നമ്മൾ എഡിറ്റ് ചെയ്താൽ പറയണത്. ദൈവത്തോട് നമ്മൾ എഡിറ്റ് ചെയ്തൊന്നും പറയത്തില്ല. വിശ്വാസിയുടെ സംഭവം വെച്ചാൽ എഡിറ്റ് ചെയ്ത് പറയത്തില്ല. പറയണത് എന്താണ് സംഭവിക്കണതോ, വാട്ട് വി ഫീൽ വി പ്രസൻറ്റ് ആസ് ഇറ്റ് ഈസ്, അതുപോലെ അങ്ങോട്ട് പറയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു സ്റ്റൈല്. നിങ്ങൾക്കും ഞാനും പണ്ട് നോക്കിയിട്ടുള്ള പ്രാർത്ഥനയാണത്. അതായത് എന്ത് ഫീൽ ചെയ്യുന്നു അതുപോലെ അങ്ങോട്ട് പറയണം. അപ്പോഴത് ഇൻറ്റിമസിയുടെ ഒരു എക്സ്പ്രഷനാണ്, നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമായിട്ടാണ് ഇത് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ മനുഷ്യൻ അങ്ങനെ പറഞ്ഞത്, അമ്മേ ഉള്ളൂ കേട്ടാ, ഇത് ലാസ്റ്റ് അമ്മ ഇടപെടാൻ പറ്റത്തില്ല, ഞാനില്ല പിന്നെ ആരോട് പറയാനാ. ഇതാണ് സ്റ്റൈല്. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ദൈവം കേൾക്കാതിരിക്കുമോ? അതാണ് പ്രശ്നം. അതോടുകൂടി ഇദ്ദേഹം ഇരുന്നുകൊണ്ട് ഈ 1.25 മണിക്കൂർ എടുത്ത ഡോക്ടർ വരാൻ, 1.25 മണിക്കൂർ ഡോക്ടർ വരികയും വണക്കമാസം തീരുകയും ചെയ്ത ആശീർവാദം. അതാണ് ടൈമിങ് ഭയങ്കര പക്ക ടൈമിങ്ങാണ്. അതിനുശേഷം ഇദ്ദേഹം ഡോക്ടറിനെ കണ്ടിട്ട് നാളെ രാവിലെ പോകും. രാവിലെ സ്പെസിമെൻ വെക്കാൻ വേണ്ടി ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ എന്നാ സംഭവിക്കണത്, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇയാളുടെ പമ്പിങ് ലെവല് ഒരാൾക്ക് 50 ഒക്കെ മതി നോർമലായിട്ട്, പക്ഷേ ഇത് 70 മാറും. പ്രൈസ് ദി ലോർഡ്. അതായത് ആദ്യമാണ് 6 കൊല്ലത്തിന് ആദ്യമാണ് സ്പേസ് മേക്കർ വെക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ്റെ പമ്പിങ് ലെവൽ മാതാവ് കൂട്ടും. 40 എന്നുള്ള സംഭവമാണ്. എത്ര വർഷമായി 40 കിടന്ന് മനുഷ്യൻ പേടിക്കണത്. അവസാന നിമിഷം ഇതിനെ 60 മാറ്റും. ഇപ്പോഴേ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പോകുമ്പോഴേ എന്തൊരു എനർജറ്റിക്കാണ് ആ മനുഷ്യനടുത്ത് പറയണത്. അതായത് ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് നമ്മളോട് പറയുന്ന ഒരു ജീവൻ്റെ പുസ്തകമാണ് ബൈബിള്. ഒരു ഫയലും ക്ലോസ് ചെയ്യാനായിട്ടില്ല. അത് മുഴുവനും ഇങ്ങനെ പതിച്ച് നൽകിയിരിക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത്. കാര്യം ബൈബിളിനെ പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ഇപ്പോൾ ഉടമ്പടി പുസ്തകം എന്ന് വിളിക്കുന്നത് കൃപാസനത്തിൽ നൽകുന്ന പുസ്തകത്തെയാണ്, അല്ലേ? പണ്ട് ബൈബിളിനെ വിളിച്ചിരുന്ന പേര് ഉടമ്പടി ഗ്രന്ഥമെന്നാണ് വിളിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയിൽ വന്നിട്ടുള്ള ചില പോരായ്മകളെ പരിഹരിച്ചുകൊണ്ടാണ് ദൈവം മരിയൻ ഉടമ്പടി തന്നിരിക്കുന്നത്. കാര്യം എബ്രാഹത്തിൻ്റെ ഉടമ്പടി മധ്യസ്ഥനില്ല, അതുകൊണ്ട് ആ സമയം ലാഗ് ചെയ്ത്. മോസസിൻ്റെ ഉടമ്പടിയിൽ മധ്യസ്ഥനില്ല, അതുകൊണ്ട് അത് 40 വർഷം എടുത്തു. മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് ഷിഫ്റ്റാണ്, പെട്ടെന്നാണ് വിഷയങ്ങൾ തീരുമാനം വരണത്. അതിന് സമയമെടുക്കാത്തതിൻ്റെ കാരണം എൻ്റെ സമയം ഇനിയും സമാഗതമായില്ലല്ലോ എന്ന് യേശു പറയണില്ലേ. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ ദൈവത്തോട് പറയാൻ ദൈവം നൽകിയിരിക്കുന്ന അവധൂതികമായിട്ടുള്ള കപ്പാസിറ്റി സീൽഡ് പേഴ്സണാണ് ആര്? മറിയം. ഒരടുക്കള ഉൾപ്പെടെ അടുക്കളയിലുള്ള മനുഷ്യൻ നിലനിർത്തണത്. ഇപ്പം ജോലി ആയാലും കിട്ടിയാലും വീട് കിട്ടിയാലും വിവാഹം നടന്നാലും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മര്യാദക്ക് ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോകണം, അല്ലേ? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അടുക്കള തന്നെയാണ്. അമ്മ നിൽക്കണ അടുക്കളയിലാണ്, മർമ്മപ്രധാനമായ സ്ഥലത്താണ് നിൽക്കണത്, നിന്നെ നിലനിർത്തണ സ്ഥലത്താണ് നിൽക്കണത്. അവിടെ ഉള്ള പോരായ്മ, അത് വിവാഹത്തിൻ്റെ പോരായ്മയായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മയായാലും എല്ലാ പോരായ്മകളും അടിസ്ഥാന പോരായ്മയാണ്. ഈ അടിസ്ഥാന പോരായ്മയ്ക്ക് അതിൻ്റെ ഇല്ലായ്മയ്ക്ക് അതില്ല എന്ന് പറയാൻ ദൈവം ചുമതലപ്പെടുത്തിയ ഒരാളാണ് മറിയം. ദൈവം ചുമതലപ്പെടുത്തിയ ഒരാളാണ്. അതെന്താ കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ ആ ചുമതല നമുക്ക് മനസ്സിലാകണത് മംഗളവാർത്ത എന്നാണ് അത് മനസ്സിലാകണത്. അങ്ങനെ ദൈവചുമതലയുള്ള ഒരാളാണ് ഈ നമ്മൾ ഈശോയും തമ്മിലുള്ള ഉടമ്പടിയുടെ മധ്യസ്ഥയായിട്ട് നിൽക്കണത്. അതുകൊണ്ടാണ് ശരിക്കും വിശ്വസിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഉടമ്പടി ഉഴപ്പാതെ ചെയ്യുന്ന ആൾക്കാർക്ക്
കൃത്യം ആ ടൈമിന് തന്നെ മറുപടി പറയാൻ കാര്യം. ചില ആൾക്കാർ ഉടമ്പടി ഉഴപ്പുന്നുണ്ടല്ലോ. ഇപ്പം ഇന്നലെ ഈ ദിവസങ്ങളിലെ അനു എന്നും പറഞ്ഞ് അബുദാബി, നിങ്ങളെ സാക്ഷ്യം കേട്ട് കാണാമല്ലേ, കൃപാസനം കുഞ്ഞിനെ കാണാൻ, കൃപാസനം മാതാവിൻ്റെ കുഞ്ഞിനെ കാണാൻ എല്ലാവരും വന്നു. ആശുപത്രിയിൽ തൊട്ടിൽ കണ്ട് പ്രാർത്ഥിച്ചു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെണ്ണ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അനു എന്നവരുടെ പേര്. അവർ മാത്രമല്ല, അവരും ഭർത്താവും ആ കുഞ്ഞും കൂടിയാണ് വന്നത്. അവർക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു നേരത്തെ, അതിപ്പോഴും ഉണ്ട്, ഒരു കുഴപ്പമില്ല. അവർക്കൊരു കുഞ്ഞിനെ കൂടി വേണം. അതും പിന്നെ ജോലി പ്രശ്നം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഉടമ്പടി ചെയ്യണത്. ഈ അനു ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ അനു പറയുന്നുണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവം. അവരാദ്യം ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്തിട്ട് അവർ പറഞ്ഞു ഞാൻ ഉടമ്പടി ഉഴപ്പി. അവരുടെ സ്വഭാവത്തിലുള്ളതാണ് എല്ലാം ഇങ്ങനെ ഉഴപ്പിയിട്ട് ഓരോ കാര്യം തുടങ്ങി വെക്കും, പിന്നെ ഉഴപ്പും. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടല്ലോ, അവരുടെ സ്വഭാവത്തിലുള്ളതാണത്. ചില സമയത്ത് ഇങ്ങനെ ആരംഭശൂരത്തിന് കുറേ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും, അതിൻ്റെ ഉഴപ്പും. പിന്നെ ഒരു ആരംഭശൂരത്തിൽ പൊടുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും, പക്കായിട്ടൊക്കെ ചെയ്യും, പിന്നെ ഉഴപ്പും. ഒരു ആരംഭശൂരത്തിന് വീട്ടിലെല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെക്കും. അത് 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും പഴയതുപോലെ വീട് പിന്നെയും അടിക്കലും തൂക്കലും ഒന്നും ഇല്ലാതെ ഉഴപ്പും. ഈ ജന്മന രക്തത്തിൽ കിടക്കുന്ന ഉഴപ്പാണ് ഇവർക്ക്. അതായത് അത് കാരണം ഇവർ അതുപോലെ തന്നെ അവർ ഉടമ്പടി എടുക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കത് ജന്മന ഉഴപ്പുള്ള ആൾക്കാർ അവരത് അംഗീകരിക്കണം. എനിക്ക് ജന്മന ഉഴപ്പുള്ളതാണ്. ഈ ജന്മന ആന്തൻ എന്നൊക്കെ ബൈബിളിൽ പറയില്ല. ജന്മനാ മുടന്തൻ, ജന്മനാ ആന്തൻ എന്നൊക്കെ ബൈബിളിൽ പറയില്ല. അതുപോലുള്ള ഒരു സാധനമാണ് ജന്മനാ ഉഴപ്പൻ. എന്നുവെച്ചാൽ അവരെന്ത് ചെയ്താലും അവർ ചെറുതായിട്ടൊന്ന് ഉഴപ്പും കുറച്ച് കഴിയുമ്പോൾ. ആദ്യം ഭയങ്കര ഇതായിരിക്കും. ഇതുപോലെ ഇവർ ആദ്യം 2019 ഒരു ഉടമ്പടി ചെയ്ത് അത് ഉഴപ്പിപ്പോയി. പിന്നെ അവരെ ഉഴപ്പിയെന്ന് പറഞ്ഞത് എന്താ അറിയാമോ? അവർ പറയണത് അത് മുന്നോട്ട് പോകത്തില്ല നിങ്ങൾക്ക് തോന്നിയെന്നാണ്. അതെന്താ പറയണത്? എൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ്, എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അവരങ്ങനെ എല്ലാം പറയുന്നുണ്ടോ, കാര്യം പറയുന്നുണ്ട്. എൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ്, എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല, അതുകൊണ്ട് ഞാനത് ഉടമ്പടി ഉഴപ്പി. പിന്നെ അവർ 2020 ഒരു ഉടമ്പടി എടുത്ത്. ഇവിടെ കൃപാസനത്തിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ഉടമ്പടി 2016 ഉടമ്പടി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് പുതിയ ഉടമ്പടി എടുക്കരുത്, അത് പുതുക്കാനേ പറയത്തുള്ളൂ. എന്നാൽ സീനിയോറിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അത് സീനിയോറിറ്റി കിട്ടുമല്ലോ. അതൊരു 4 കോളം കഴിഞ്ഞാൽ പിന്നെ ബ്ലൂ ആയിട്ടുള്ള ഉടമ്പടി നീല പേപ്പർ കിട്ടുമല്ലോ. അപ്പോൾ അത് കാണിച്ചാൽ പിന്നെ കൗൺസിലിംഗ് മെസ്സേജൊക്കെ കിട്ടും. അത് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിംഗ് മെസ്സേജ് പറയും നീല പേപ്പർ ആണെങ്കിൽ. അപ്പോഴേ പരമാവധി പഴയ ഉടമ്പടി തന്നെ നിങ്ങൾ വീണു പോയാലും തിരിച്ചു കൊണ്ടുവന്ന് അത് കുമ്പസാരിച്ച്, അല്ലെങ്കിൽ കുമ്പസാരിക്കാൻ പറ്റാത്ത സഭയിലുള്ളവരാണെങ്കിൽ അങ്ങനെ ഏതായാലും അത് പുതുക്കിയെടുക്കണം. മനസ്സാക്ഷിക്കനുസരിച്ച് അത് പുതുക്കിയെടുക്കണം. പുതുക്കിയെടുത്താൽ അത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് സീനിയോറിറ്റി കിട്ടും. ഇപ്പോൾ ഞങ്ങളാണെങ്കിലും ഇത് പഴയ ഉടമ്പടിയാണെന്ന് ഇരിക്കുമ്പോൾ ഇത്രയും നാൾ നേരത്തെ വന്നോണ്ട ആളല്ലേ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ എമർജൻസി ആയിട്ട് കൗൺസിലിങ്ങിന് വിളിക്കും. കാര്യം നിങ്ങൾ പണ്ട് വന്നിരുന്ന ആളാണല്ലോ. പിന്നെ പ്രളയവും കോവിഡൊക്കെ വന്ന് എന്തെങ്കിലും വീണ് പോയതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് പഴയ ഉടമ്പടി പുതുക്കണം. പക്ഷേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നാ വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂന്നാമത്തെ ഉടമ്പടി എടുത്ത്, എന്ത് പരിപാടിയാണ് ഈ മനുഷ്യൻ കാണിക്കണത്, മൂന്നാമത്തെ ഉടമ്പടി എടുത്ത്. അപ്പോഴേ മൂന്നാമത്തെ ഉടമ്പടിയിലുണ്ടായ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുഞ്ഞിനെ വേണം. അതാണ് പ്രശ്നം. മൂന്നാമത്തെ ഉടമ്പടി എടുത്തെങ്കിൽ ഈ മൂന്നാമത്തെ ഉടമ്പടിയും ഇവർ ഉഴപ്പും. പക്ഷെ കുഞ്ഞിനെ കിട്ടും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു ലെവല് നമ്മൾ ഉഴപ്പിയ ഇതിൻ്റെ ഒരു കക്ഷി ആരാണ്? ദൈവമല്ലേ. ഒരു കക്ഷി മാത്രമല്ല നമ്മളുള്ളൂ. ഇതിൻ്റെ അതർ എൻഡിൽ ആരാണ്? നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയോടല്ലേ ഉടമ്പടി ചെയ്യണത്. അപ്പോഴേ ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉഴപ്പിയാലും ദൈവം ഉഴപ്പത്തില്ല. ആ ഉടമ്പടിയുടെ ഭാഗം കുഞ്ഞിനെ വേണമെന്നുള്ളതാണ് ഇവിടെ ഉടമ്പടി ചെയ്തത്. ദൈവം കുഞ്ഞിനെ കൊടുത്തു. പക്ഷേ ഇവൾ ഉടമ്പടി ഉഴപ്പി. ദൈവം എന്താ കുഞ്ഞിനെ ഉടമ്പടി ഉഴപ്പിയിട്ടും കുഞ്ഞിനെ കൊടുത്തത് എന്തുകൊണ്ടാണ്? ഉടമ്പടി ഉഴപ്പി, പക്ഷെ എന്താ കുഞ്ഞിനെ കൊടുത്തത്? അതിന് കാര്യം നമ്മളെ ഈ അവിശ്വസ്തനായിരുന്നാലും ഇപ്പോൾ 2 തിമോത്തി 2:13 ഒരു വചനമുണ്ട്. 2 തിമോത്തി 2:13 എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അങ്ങനെ ഏറ്റവും ഇതൊരു ക്യാപിറ്റൽ വേർഡാണ്.
ഒന്ന് പറഞ്ഞേ, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പോൾ ഉടമ്പടിയുടെ ഒരു കക്ഷി ദൈവമല്ലേ, ഒരു കക്ഷിയല്ലേ നമ്മൾ. ഒരു കക്ഷി ഈശോ, ഒരു കക്ഷി നമ്മൾ. മാതാവ് ഇതിൻ്റെ ഇറസിസ്റ്റബിളായിട്ടുള്ള മീഡിയേറ്ററാണ്, സാക്ഷിയാണ്, മധ്യസ്ഥയാണ്. അപ്പോൾ ഈ ദൈവം ആ വിഷയം നിറവേറ്റും. പക്ഷെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ അനുഗ്രഹമല്ല ഒരു പ്രശ്നം. ഞാൻ അങ്ങനെയാണ് ഇത് പഠിച്ചത്. അനുഗ്രഹം ഇപ്പോൾ കുട്ടി, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ പരീക്ഷാ വിജയം, ഇത് കൊണ്ട് ജീവിതം അവസാനിക്കുമോ? ഇല്ല. അവസാനിക്കുമോ? ഇല്ല. അതായത് അനുഗ്രഹമല്ല വിഷയം. നമുക്ക് വേണ്ടത് എന്താണ്? അനുഭവിക്കാനുള്ള യോഗ്യത. അനുഭവിക്കാനുള്ള യോഗ്യതയാണ് നമുക്ക് വേണ്ടത്. ഇത് വേറൊരു വിഷയമാണത്. അത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് എല്ലാവരും ടാർഗറ്റ് ചെയ്യണത് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പോലും വേണ്ട. അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരു വീട് കിട്ടാൻ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു കുട്ടി ഉണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. പ്രൊമോഷനും PR-നും ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിലുള്ള പാക്കേജാണ്. ദൈവം ഉടമ്പടി കൊടുക്കുമ്പോൾ നോക്ക് പ്രളയത്തെ അതിജീവിച്ച് കഴിഞ്ഞിട്ട് ദൈവം നോക്കുമായിട്ട് മഴവില്ലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉടമ്പടി ചെയ്യുമല്ലോ. മഴവില്ലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നോക്കിനെ ഉടമ്പടി ചെയ്യത്തില്ലേ? അപ്പം പറയുന്നൊരു വാക്കാണ് എന്താണ്? നീ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി കീഴടക്കാൻ പറയും. ഉൽപ്പത്തി പുസ്തകം. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി കീഴടക്കാൻ. അപ്പോൾ സന്താന പുഷ്ടിയും വിവാഹവും ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി കൊണ്ട് പഠിക്കുകയോ ഉദ്യോഗം മേടിക്കുകയോ വീട് വെക്കുകയോ സ്ഥലം വാങ്ങുകയോ പ്രൊമോഷൻ സംഘടിപ്പിക്കുകയോ ഒക്കെ ചെയ്യണത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമല്ല. അതുകൊണ്ടാണ് യുക്തിവാദികളും നിരീശ്വരവാദിക്കും ഏത് മതത്തിൽപ്പെട്ടവർക്കായാലും ഏത് സ്വഭാവമുള്ള ആൾക്കാർക്കായാലും ഉന്നതമായ ഉദ്യോഗങ്ങൾ കിട്ടണം. എന്തുകൊണ്ടാണ്? ഇതൊന്നും പ്രാർത്ഥനയുടെ ഭാഗമല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളോർക്കും അയ്യോ നമ്മൾ പ്രാർത്ഥിക്കണില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നില്ല, എന്നിട്ട് നമ്മളെക്കാൾ ഫിസിക്കൽ ബ്ലെസ്സിങ്സ് അവർ കിട്ടുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൊടുത്ത ജനറ്റിക്കൽ ബ്ലെസ്സിങ്സാണ്. ആദ്യത്തെ മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞു ആദ്യത്തിന് കൊടുത്തതാണ്. പിന്നീട് മനുഷ്യൻ പാപം ചെയ്ത് അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞപ്പോൾ നോക്ക് അത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കിനും സെയിം ഉടമ്പടി പുതുക്കി കൊടുക്കും. എന്താണ്? നീ സന്താന പുഷ്ടിയുടെ പെരുകി ഭൂമി കീഴടക്കാൻ പറയും. ഭൂമി എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതം കീഴടക്കണം. നിൻ്റെ ഭൂമി നീ നടന്നെത്തണം, അത്രയും സ്ഥലം നീ കീഴടക്കണം. 70 വയസ്സ് വരെ നീ നടക്കുമെങ്കിൽ 70 വയസ്സ് വരെ നിൻ്റെ കാഴ്ചവീട്ടിലാകണം. ഭൂമി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭൂമിയുടെ ഉദ്ദേശമല്ല. നീ നടന്നെത്തേണ്ട ഭൂമി ഉണ്ടല്ലോ, 49 വയസ്സ് നിനക്കുള്ളെങ്കിൽ 49 വയസ്സ് വരെ നടത്താൻ എത്ര ജോലി അത് നീ കീഴടക്കണം. അത് വിദ്യാഭ്യാസം കൊണ്ടെങ്കിൽ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വ്യവസായം കൊണ്ടെങ്കിൽ വ്യവസായം കൊണ്ട് ആ ജീവിതം നീ കീഴടക്കണം. ഇതിൻ്റെ ഈ ബ്ലെസ്സിങ്സ് എല്ലാം കച്ചവടത്തിനും വ്യവസായത്തിനും വ്യാപാരത്തിനും കുട്ടികളുണ്ടാകാനും അവർ വളരാനും അവരെ പഠിപ്പിക്കാനും ഒക്കെ എല്ലാം ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് ഓൾറെഡി ഉണ്ട്. നമ്മൾ അപ്പം നിങ്ങൾ ചോദിക്കും അങ്ങനെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പിന്നെ എന്നത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത് ഈ അനുഗ്രഹം അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള സംഭവമല്ല. പറഞ്ഞാൽ മനസ്സിലായ? ഈ അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ല, അനുഭവിക്കണ്ടേ? ഇപ്പം 54 വയസ്സുള്ള ചേട്ടത്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ? എന്താ കാര്യം? അവരുടെ കുട്ടി 21ാമത്തെ വയസ്സിൽ മരിച്ചു പോയിട്ടാണ്. അപ്പോൾ അവർ ഭർത്താവും ഭാര്യയും തകർന്ന് തരിപ്പണമായി. ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, ഒരു കുട്ടിയല്ലേ ഉണ്ടാവുള്ളൂ. അവനാ വണ്ടി ഇടിച്ച് മരിച്ചത്. ഇതെന്താ സംഭവിച്ചത്? എന്തെങ്കിലും അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കണത് സ്വാഭാവികമായിട്ട് എല്ലാപ്പോഴും അല്ല, ചിലപ്പോഴെങ്കിലും ഉടമ്പടി ലംഘനവുമായിട്ട് പ്രൊട്ടക്ഷൻ പോകും. നമുക്ക് ഉടമ്പടി എടുക്കത്തില്ലേ? അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കുകയാണ്, വിവാഹം ഉടമ്പടിയല്ലേ? വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ആ ഉടമ്പടി എന്തൊക്കെയാണ് നമ്മൾ പറയണത്? വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താം. മാതാപിതാക്കന്മാർ തമ്മിൽ മരണം വരെ വേറെ. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി, ഞാൻ സിംഗിൾ മദറാണെന്ന്. നീ അതെന്ത് പേര്? അവൾ ഡൈവേഴ്സ്ഡ് ആണെന്ന് പറഞ്ഞതിന് വേണ്ടി പുതിയ വാക്യം കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ് പാർട്ടി. ഞാൻ സിംഗിൾ മദറാണെന്ന്.
അതിൻ്റെ അർത്ഥം ഷീസ് ഡൈവേഴ്സ്ഡ്. ചിലപ്പോൾ അവരുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ ആയത്. അപ്പോൾ ഈ ഡൈവേഴ്സുകാരെല്ലാം കൂടി പുതിയൊരു മതം ഉണ്ടാക്കുകയാണ്. സിംഗിൾ മദർ, ഡബിൾ മദർ, ട്രിപ്പിൾ മദർ, മാതാവേ. അപ്പോൾ അഭ്യാസമൊന്നും കാണിക്കരുത്. ഈ 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്. ഈ പല വിഷയങ്ങളും നിങ്ങളുടെ ഡൈവേഴ്സിന് ദൈവത്തിൻ്റെ കൺകറൻസ് ഇല്ല. സഭയിലെ നിലയം വിളിച്ച് ഓടി നടന്ന് ഓരോ സഭ പിന്നെ നിയമമൊക്കെ നോക്കി കരുണയൊക്കെ നോക്കി പിന്നെ ഇത് ഈ ഭക്ഷണം കഴിക്കാതെ ജീവിക്കണമല്ലോ എന്ന് ഓർക്കും. എങ്ങനെയാ കുർബാന സ്വീകരിക്കാതെ ജീവിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ സഭയ്ക്കൊരു ബാധ്യതയില്ല എന്ന് ഓർക്കുമ്പോൾ കുറേ നാളിങ്ങനെ നടത്തി കഴിയുമ്പോൾ അത് എന്തെങ്കിലും ലൂപ്പ് ഹോള് നിങ്ങളെ രക്ഷിക്കാനുള്ളത് നിയമപരമായിട്ട് കണ്ടെത്തിയ നിങ്ങളെ സഭ വെറുതെ വിടും. പക്ഷെ ദൈവം വെറുതെ വിടത്തില്ല. ഉള്ള കാര്യം ഞാൻ പച്ചക്ക് പറയുകയാണ്. നിങ്ങൾ എന്ത് ഗ്രൗണ്ടിലാണ്? സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വെറുതെ വിടത്തില്ല. കാര്യം നിങ്ങളെ സമ്പത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തില്ല. ഐഡോളട്രി ആയില്ലേ? അപ്പോൾ ഭർത്താവിന് ജോലിയില്ല, എന്നെ പറ്റിച്ചു. ഞാൻ MSc B.Ed ആണ്. അവരെന്നോട് പറഞ്ഞത് അവനും MSc ആണെന്നാണ്. നോക്കിയപ്പോൾ BCom ഉള്ളതെന്ന് പറയും. അതിനെ പറ്റിച്ചു. അതും ദൈവം ഏക്കണില്ല. ആ സാധനം ഏക്കത്തില്ല. കാര്യം ഇതെല്ലാം ഡിഗ്രിയുടെ കാര്യമല്ലേ ഉള്ളത്. ഡിഗ്രിയും കൊണ്ടുപോയിട്ട് എന്നാ കഴിയുക? ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് പൊടുകോരി തീരാനൊക്കെ പറ്റത്തുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സാധനം കൊണ്ട്. കാര്യം ഒരു ടൈം കഴിഞ്ഞാൽ നിൻ്റെ ഈ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ നീ ഇന്ന് ആനക്കാര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിനും ഒരു വിലയുമില്ല. വ്യർത്ഥമായ സാധനമാണ്. അപ്പം കല്യാണം കഴിച്ചവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ആരോഗ്യമുള്ളവന് മാത്രമേ ഇപ്പം നമ്മളൊരു കുട്ടിനെയും കൊണ്ട് പോവുകയാണ്. ഞാനൊന്ന് പറയണ കേൾക്ക്. നിങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവും ഭാര്യയും കൂടി ആശുപത്രി പോവുകയാണ്. കൊച്ചിനെ ആരെടുക്കും? ഒരു കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രി പോവുകയാണ് ഭർത്താവും ഭാര്യയും കൂടി. കുഞ്ഞിനെ ആരെടുക്കും? ആർക്കാണ് ആരോഗ്യമുള്ളവർ അവരെടുക്കും. പിടികിട്ടിയ? ഭർത്താവിന് ആരോഗ്യം ഉണ്ടെങ്കിൽ അയാൾക്കാണ് കരൾ രോഗമോ എല്ലാ രോഗമാണെങ്കിൽ അയാളെടുക്കാൻ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആർക്കാണ് ആരോഗ്യമുള്ളത് അവരെടുക്കും കൊച്ചിനെ. ദാറ്റ് ഈസ് സിമ്പിൾ, ദാറ്റ് ഈസ് നോർമൽ. നിങ്ങളുടെ ഡൈവേഴ്സിൻ്റെ വക്കലാണെങ്കിൽ ആർക്കാണ് വിശ്വാസത്തിൻ്റെ ആരോഗ്യമുള്ളത് അവരാണ് അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. യു ഗോട്ട് ദ പോയിന്റ്. നിങ്ങൾ ഡൈവേഴ്സിൻ്റെ വക്കിലാണ്, പക്ഷേ വിശ്വാസത്തിൽ നിങ്ങളുടെ ഭർത്താവിന് വിശ്വാസമില്ല, അയാൾക്ക് ഭാര്യയ്ക്ക് വിശ്വാസമില്ല. അല്ലെ കാണുന്ന ആണുങ്ങളെ കാണുമ്പോഴും പെണ്ണുങ്ങളെ കാണുമ്പോഴും പല്ലടിച്ച് കാണിക്കുകയും തോണ്ടുകയും ചാറ്റുകയും ചീറ്റുകയും ഒക്കെ ചില പാർട്ടിയാണ്. എനിവേ, ആർക്കാണ് അതിൻ്റെ അകത്ത് ആരോഗ്യമുള്ളത്? കർത്താവിനോട് ആരാണ് അടുത്ത് നിൽക്കുന്നത് അവർക്കാണ് ഈ വിഷയം കൺട്രോൾ ചെയ്തു പോകാനുള്ള കപ്പാസിറ്റിയും അധികാരവും അവകാശവും ദൈവദൃശ്യന് കടമയുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നവർ മാക്സിമം കോംപ്രമൈസ് തയ്യാറാകണം. കാര്യം നീ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ കൂടെയാണ്. കാര്യം ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഏത് കാലത്തായാലും നമ്മൾ 70 കൊല്ലം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല പരിപാടി. അമ്മയെ ഞാൻ നേരിട്ട് കണ്ടതാ. അപ്പോൾ പുനരുദ്ധാനം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് കേട്ടറിയുള്ളേ, ഞാൻ കണ്ടറിഞ്ഞുള്ള. അതുകൊണ്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയണത്. ദൈവം വെറുതെ നക്കാപ്പിച്ച കാര്യത്തിന് തർക്കിച്ച് ദൈവപ്രസാദം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ടൊരു കഥയുമില്ല. യു വിൽ ലോസ്റ്റ് യുവർ പ്രൊട്ടക്ഷൻ. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ പോകും, സംരക്ഷണം പോകും. അനുഗ്രഹമല്ല വിഷയം. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് വി ഗെറ്റ് ത്രൂ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. ഐസയ 29:8 അവർ ഭക്ഷിക്കുന്നതായി സ്വപ്നം കാണുന്നു. ഒൺലി ഡ്രീം. അവർ ഭക്ഷിക്കുന്നതായി സ്വപ്നം കാണുന്നു. പിന്നെന്താണ്? വിശപ്പ് കെടാതെ അവരെഴുന്നേറ്റ് വരുന്നു. അവർ കുടിക്കുന്നതായി സ്വപ്നം കാണുന്നു. പിന്നെന്താണ്? വരണ്ട തൊണ്ടയുമായി എഴുന്നേൽക്കുന്നു. ഇത് വായിച്ചത് കർത്താവ് എനിക്ക് വചനം കാണിച്ചു തന്നെ എപ്പോഴാണെന്ന് അറിയാവൂ? അതായത് നമ്മൾ ചിലർ നാട്ടിലെ വീട് വിൽക്കണമെന്ന് പറഞ്ഞ് വരും എൻ്റെ അടുത്ത്. അച്ഛാ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? അച്ഛാ അതേ ഞങ്ങളുടെ വീടൊന്ന് വിറ്റ് തരണം. ഞാൻ പറഞ്ഞു വീട് വിൽക്കാൻ പോണോ? നാട്ടിലെ വീട് മക്കളൊന്നുമില്ല, ജോലിക്കാർ. അച്ഛാ 2 പേരും ജോലിക്കാരാണ്. ഞാൻ പറഞ്ഞു 2 പേരും ജോലിക്കാരാണ്, പിന്നെ എന്തിനാണ് വീട് വിൽക്കുന്നത്? അല്ല അവർ പറഞ്ഞിട്ടാണ് വീട് വെക്കുന്നത്. എന്തിനാണ്? അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന്. എങ്ങോട്ടാണ്? കാനഡയിലേക്ക്, UK-യിലേക്ക്.
നാട്ടിലെ വീട് വിറ്റിട്ടേ മക്കൾ പറഞ്ഞെന്ന് കാനഡയിലേക്ക് ചെല്ലാൻ, അവരവിടെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ്. അത് നോക്കിക്കൊള്ളാൻ അവരവിടെ ഉണ്ടാകത്തില്ല, അവർക്ക് പോകണേ, ജോലിക്ക് പോകണേ, ഞങ്ങൾ നോക്കിയിരിക്കണം അധികാരം. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വീടിന് ലോൺ എടുത്ത്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇതിന് കടമായി, ഇത് പഴയ വീടായി, ഇത് നന്നാക്കാൻ വേണ്ടിയാണല്ലോ ഇവർ ഇംഗ്ലണ്ടിൽ പോയത്. ഇപ്പം നന്നാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ അമ്മമ്മ, കുഴയ്ക്ക് അതാണ്ട് വന്ന പോലെ കാത്തിരിക്കുകയാണ്. ഇപ്പം നന്നാക്കും, മക്കൾ വന്ന് ഇപ്പം നന്നാക്കുമെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പം മക്കളെന്താ പറയണത്? ഈ വീട് വിൽക്കാൻ. എന്താ കാര്യം? ഇവരവിടെ പോയൊരു വീട് വാങ്ങിച്ച്, ആദ്യം ഭർത്താവ് ഉണ്ടായി, അത് പയ്യൻസ് ഉണ്ടായി, പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ അവിടെ ഒരു മലയാളി കുടുംബമായിട്ട് താമസിക്കുന്നവൻ വാടക 50-50 ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കണ്ടേ, അപ്പോൾ അതിനെ അവർ ആ മലയാളി ആൾക്കാർ ഇതിനിടയിൽ പോയി അവിടുന്ന്. അവർക്ക് ജോലി കിട്ടിയപ്പോൾ, വേറെ ജോലി കിട്ടിയപ്പോൾ അവർ ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പോൾ ഈ വീടിൻ്റെ വാടക മൊത്തം ഈ മനുഷ്യൻ്റെ പെടലിക്കായി. അപ്പോൾ ആ വീടായാലും ഭാര്യയും ഭർത്താവും കൂടി ആ വീട് വിലക്കെടുത്ത് 3.5 കോടിക്ക് വിലക്കെടുത്ത് 3.5 കോടിക്ക് വിലക്കെടുത്ത് കഴിഞ്ഞപ്പോൾ അത് എല്ലാ അമ്മയോടും അപ്പനോടും ചോദിച്ചിട്ടാണ് എടുത്തത്. ചോദിക്കാവൊന്നും ചെയ്തിട്ടില്ല. കാര്യം അമ്മയും ഞങ്ങളിവിടെ ഒരുമിച്ച് താമസിക്കുകയാണ്. ഇപ്പോൾ അവർ വാടകയ്ക്ക് തന്ന ആൾക്കാർ പോയി ഇവിടുന്ന്. ഇപ്പോൾ വീടിൻ്റെ മുഴുവനും ഹൗസ് ഓണർ പറഞ്ഞ് നിങ്ങളിതാ, അല്ലെങ്കിൽ വേറെ ആൾക്കാർ നിങ്ങൾ പൊറപ്പിച്ചോ, എനിക്കെൻ്റെ കാശ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. വേറെ ആൾക്കാർ നോക്കാൻ അവർക്ക് നേരെയില്ല. ഞങ്ങൾക്ക് മലയാളീസിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കണത്? ആ വീടിൻ്റെ മുഴുവൻ വാടക ഇവരുടെ തലയിലായി. ചിലപ്പോൾ 1-2 ലക്ഷം രൂപ വരുമായിരിക്കും വാടക. അപ്പോൾ അവരെന്താ കണക്ക് കൂട്ടി നോക്കുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 6 ലക്ഷം, 6 വർഷം 7 വർഷം കൊണ്ട് വാടക മാത്രം കൊടുത്താൽ ആ കാശോട് നമുക്കൊരു വീട് മേടിക്കാവില്ല. അതും അമ്മയോടും അപ്പനോടും പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ മക്കളെ, ഇത്രയും വാടക കൊടുത്ത് മുടിയണം എന്തിനാണ്? നിങ്ങളൊരു വീട് വാങ്ങിച്ച് ലോൺ എടുത്ത് വീട് വാങ്ങിച്ച്. അപ്പോൾ ലോണിന് ഇപ്പം എന്നാ പറ്റിയത്? 23 കോടിയുടെ ടാക്സ് ഉണ്ട്. ആ വീടിൻ്റെ ടാക്സ് അല്ല, കൂടാതെ തന്നെ അതിൻ്റെ ലോണില്ലേ, ആ ലോണും പിന്നെ ഇവിടെ കുഞ്ഞുങ്ങളെ 2 പേരെ പഠിപ്പിക്കണ്ടേ, അതിൻ്റെ കാശൊക്കെ ആയിട്ട് ഒക്കണില്ല. പിന്നെ കടമായി, ലോണ് മുടങ്ങുന്നുണ്ട്. അപ്പോൾ ബാങ്കിൽ പോയിൻ്റ് കുറയും. പിന്നെ ഇവിടെ ATM കാർഡ്, വേറെ കാർഡൊക്കെ ഉണ്ടല്ലോ, അത് കാണിക്കുമ്പോൾ തന്നെ ഇവർക്ക് പോയിൻറ്റ്സ് ഇല്ല. അവിടെ പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ പിന്നെ വേറെ പണിയാവും. അപ്പോൾ അതോടുകൂടി അവർ പരിങ്ങലായി. അപ്പോൾ എന്നെ ഇപ്പോൾ പറയണത്, അതായത് ഇപ്പോൾ പറയണത് നാട്ടിലെ വീട് വിറ്റിട്ട് അപ്പനും അമ്മയും കൂടി അങ്ങോട്ട് ചെല്ലാനാണ് പറയണത്. ഇവരിങ്ങനെ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. മക്കൾക്ക് ജോലി, മകൾക്ക് ജോലി, മകൾക്ക് ജോലി, 1 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുക. സ്വന്തം വീട് പോകണത് അറിയണില്ല. നാട്ടിലെ വീട് തേഞ്ഞു മാഞ്ഞ് ചിത്രത്തിൽ നിന്ന് പോകിക്കൊണ്ടിരിക്കുകയാണ്. കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു, വരണ്ട തൊണ്ടയുമായി എഴുന്നേറ്റ് വരുന്നു. ഐസയ്യ 29:8 എന്താണെന്നറിയാവോ? അനുഭവിക്കാൻ യോഗ്യതയില്ല. ദിസ് ഈസ് ദ പോയിൻ്റ്. അനുഗ്രഹമല്ല വിഷയം. അനുഗ്രഹം ഏത് കാട്ടാളനും കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് മാത്രമേ നട്ടലോടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അനുഗ്രഹം ഏത് കാട്ടാളനെയും കിട്ടും. അത് പാപവുമായിട്ടൊരു ബന്ധവുമില്ല. കൊലയും എന്ത് പരിപാടിയും കൊണ്ട്, കലാപരിപാടിയും കൊണ്ട് നടന്നാലും അനുഗ്രഹം കിട്ടും. അത് കൊടുത്തു പോയതാണ് നേരത്തെ, ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് ആണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് 5:45 മത്തായി സുവിശേഷം, ദുഷ്ടൻ്റെ മേലും ഞാൻ മഴ പെയ്യിപ്പിക്കും, ശിഷ്ടൻ്റെ മേലും ഞാൻ വെയിലുദിപ്പിക്കും. പോരെ? പിന്നെന്തിനാ പ്രാർത്ഥിക്കണത്? പ്രാർത്ഥിക്കേണ്ട അനുഗ്രഹം കിട്ടാൻ വേണ്ടി മക്കൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പിന്നെന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? അനുഭവിക്കാനുള്ള യോഗ്യത. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അനുഗ്രഹത്തെക്കാൾ അത് നിലനിന്ന് കിട്ടാനുള്ള യോഗ്യതയ്ക്കായി കിട്ടിയ അനുഗ്രഹം അനുഭവിക്കാനുള്ള യോഗ്യതയ്ക്കായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയോട് വിശ്വസ്തത പാലിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ശ്രുതികട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എബ്രായമാണല്ലോ ഉടമ്പടി ഉഴപ്പിയ ആള്. സെൻറ്റ് പോളിൻ്റെ കാലത്ത് മാതാവ് എൻ്റെ അധ്യായമയെക്കുറിച്ച് ജോണിനെ പോലെ സെൻറ്റ് പോളിന് അറിയത്തില്ലായിരുന്നു. വിശുദ്ധ യോഹന്നാനെ പോലെ വിശുദ്ധ പൗലോസിന് മാതാവിനെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് കാലഹരണപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകത്തെ പുള്ളിക്കാരൻ ഉയർത്തിക്കൊണ്ടുവന്നത്. എബ്രഹാം ഒരു പ്രാദേശിക കാലത്ത്, അങ്ങയുടെ കാലത്ത് മാത്രം പറ്റുന്നൊരു മാതൃകയാണ്.
അങ്ങേരുടെ കാലത്ത് മാത്രം. വിശ്വാസത്തിൻ്റെ എക്കാലവുമല്ല ഒരു കാലാതീത മാതൃകയല്ലേ എബ്രാഹാം. അങ്ങേരുടെ കാലത്ത് മാത്രം കൊള്ളാവുന്ന ഒരു മാതൃകയാണ്. പക്ഷെ മാതാവ് വിശ്വാസത്തിൻ്റെ കാലാതീത മാതൃകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറിയത്തിന്റെ ആധ്യാത്മികത ഞങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് വലിയ കൃപകരേറ്റുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ ഉടമ്പടി ഒരിക്കലും ഉഴപ്പിയിട്ടില്ല. എബ്രാഹാം ഇടക്ക് ഉഴപ്പി. എപ്പോഴാണ് ഉഴപ്പിയത്? ലോത്തിൻ്റെ പെമ്മക്കളൊക്കെ ജിന്ന് പാർട്ടിയായിരുന്നല്ലോ. നമുക്ക് അറിയാമല്ലോ, കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. ലോത്തിനുണ്ടായ സന്താനങ്ങളൊക്കെ ജിന്ന് പാർട്ടിയായിരുന്നു. എന്തെല്ലാം കലാപരിപാടി കാണിച്ചതെന്ന് നമുക്ക് ബൈബിളിലുണ്ട്. അത് നമുക്കിവിടെ വിവരിക്കേണ്ട കാര്യമില്ല. അവരത്ര കണ്ട് അവരെ നമ്പാൻ പറ്റത്തില്ലെന്ന് സാറാച്ചെടുത്തേക്ക് മനസ്സിലായി. ഇനി ഇവരുടെ മക്കളുമൊക്കെ ഇയാളുടെ ലോത്തിൻ്റെ ആൾക്കാരുമൊക്കെ വേലക്കാരുമൊക്കെ വില്ലന്മാരാണ്, തമ്മിലടിയാണ് എപ്പോഴും. എബ്രാഹത്തിലെ ആൾക്കാരോട് തമ്മിലടിയാണ്. സാറയുടെ സമാധാനം പോയി. അങ്ങനെയാണ് ഉടമ്പടി ഉഴപ്പാൻ കാരണം. സാറ പറഞ്ഞു, ഇങ്ങനെ പോയാൽ നമുക്ക് സ്വന്തമായിട്ട് മക്കളില്ലല്ലോ, ഹാഗറില്ലേ, അവളെ പ്രാപിക്കുക, മക്കളുണ്ടാക്കട്ടെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണത്, ഇത് കണ്ടില്ലേ കളി എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യനെ പ്രാന്ത് കയറ്റി എബ്രാഹാം ഉടമ്പടി ഉഴപ്പി. അതിൻ്റെ ഫലമാണ് എബ്രാഹാം അനുഭവിക്കുന്നത്. എബ്രാഹാം അനുഭവിച്ച ആ സന്തതി ഇസ്മായിലിനെ കൊണ്ട് എബ്രാഹാം അനുഭവിച്ച ഇല്ല, അതിനെ പറഞ്ഞു വരേണ്ടി വന്ന്. ഹാഗർ അവിടുത്തെ ജോലിയൊക്കെ മര്യാദക്ക് ചെയ്തുകൊണ്ട് നടന്നൊരു പെണ്ണ്. അവളുടെ ജോലി പോലും നടത്തി അതിൻ്റെ ഒരു ആനുകൂല്യത്തിലാണ് ഈ എബ്രാഹാം സാറായും ജീവിച്ചത്, ഇല്ലേ? ഉടമ്പടി തെറ്റിച്ചപ്പോൾ എന്നാ പറ്റി? അവളുടെ ജോലി നഷ്ടപ്പെട്ട് അവളെ വീട്ടിൽ നിർത്താൻ പറ്റാത്ത രീതിയിലായി. എന്താണ്? അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ. ഇസ്മായിൽ ജനിച്ചപ്പെട്ട് വല്ല കാര്യമുണ്ടോ? ഇസ്മായിലിനെ കൊണ്ടും അനുഭവിക്കാൻ പറ്റാതെ. അതായത് നിങ്ങൾ ഉടമ്പടി ഇപ്പം തന്നെ ഈ അനുവിന് എന്താ സംഭവിച്ചിരിക്കണത്? അനുവിന് ഉടമ്പടി 3 പ്രാവശ്യം ഉഴപ്പി. പക്ഷെ ദൈവം കുഞ്ഞിനെ കൊടുത്തു. ദൈവം 2 തിമോത്തി 3:13 അനുസരിച്ച് കൊണ്ട് നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം വിശ്വസ്തനായിരുന്നു. പക്ഷേ അനുഭവിക്കാൻ യോഗ്യതയില്ല. എന്താ കാര്യം? 6-ാം മാസത്തിൽ പ്രസവിച്ചതാണ്. അതാണ് പ്രശ്നം. അനുവിൻ്റെ പ്രശ്നം അതാണ്. കുഞ്ഞിനെ 6-ാം മാസത്തിൽ പ്രസവിച്ചു. 6-ാം മാസത്തിൽ പ്രസവിച്ചപ്പോൾ എന്താണ്? 800 ഗ്രാമാണുള്ളത്. ഉടമ്പടി ഉഴപ്പിയെന്ന് പറഞ്ഞാൽ ദൈവം തരാതിരിക്കത്തില്ല. പക്ഷെ നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടാകത്തില്ല. അനുഗ്രഹം കിട്ടും, പക്ഷേ അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. എന്താ കാണാം? 6-ാം മാസത്തിൽ പ്രസവിച്ചു. 6-ാം മാസത്തിൽ പ്രസവിച്ചാൽ കുഴപ്പം എന്താ? ഇൻക്യുബേറ്ററിൽ കൊണ്ടേ കൊച്ചിനെ വെച്ചു. പക്ഷേ ഇൻക്യുബേറ്റർ വെക്കണത് നമുക്കറിയാമല്ലോ, ഒരു 1200 ഗ്രാമെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ശ്വസിക്കണേ കുഴപ്പമില്ല. ഇത് ശ്വാസകോശം പോലും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഇൻക്യുബേറ്റർ കിടന്നിട്ട് പിന്നെ വെൻറ്റിലേറ്ററും വെച്ച് 2 കൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞായാലും മരിച്ചു പോകുന്ന ഉറപ്പായി. കുഞ്ഞ് മരിച്ചത്, അതായത് ഇവക്കത് അനുഭവിക്കാൻ യോഗ്യതയില്ല. പക്ഷേ ഇവള് ഒക്കെ ഉണ്ടായിരുന്നൊരു ഗുണം, ഈ കൊച്ചിനെ അവൾ എഴുതി തള്ളി. കൊച്ച് മരിച്ചതായിട്ട് കണക്കാക്കി. ആശുപത്രിയിൽ തന്നെ താമസിക്കണേ. കുഞ്ഞുങ്ങളുടെ വാർഡിൽ താമസിക്കുകയാണ്. പിന്നെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് പിന്നെ വെൻറ്റിലേറ്ററും കിടപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കുഞ്ഞെ കിട്ടത്തില്ലെന്ന് ഉറപ്പാണ്. കാര്യം 800 ഗ്രാം എന്ന് പറയുമ്പോൾ 1 കിലോ ഇറച്ചി എന്തുമാത്രം ഉണ്ടാവും? കുഞ്ഞ് തൊടാൻ പോലും പറ്റത്തില്ല. നമ്മുടെ കയ്യെപ്പോരും കൊച്ച് കയ്യെ തോണ്ടിപ്പോരും. ആ രൂപത്തിലെ അവസ്ഥ. അപ്പോൾ ഈ കുഞ്ഞിനെ ഇവൾ ഉപേക്ഷിച്ചെങ്കിലും ദൈവം കുഞ്ഞിനെ ഉപേക്ഷിച്ചില്ല. അതാണ് വിഷയം. അതാണ് തിമോത്തി 2:13 എന്താണ്? നമ്മൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചപ്പോൾ നമ്മൾ അവിശ്വസ്തരായി. പക്ഷേ ദൈവം എന്ത് ചെയ്ത്? ദൈവം കുഞ്ഞിനെ മുമ്പത്തേക്കാൾ ഫ്രഷായി കൊണ്ടുവന്നു. അപ്പോൾ നേഴ്സുമാർ പറഞ്ഞു, ഇത് 21 കുട്ടികളെ ഇതിൻ്റെ ഈ വാർഡിലുണ്ട്, പലരും മരിച്ചു മാറുകയാണ്. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിന് എന്തോ ഒരു ഗുണമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് പിന്നെയും ചാടി വരികയാണ് ജീവിതത്തിലോട്ട്. അപ്പോൾ ഇവർക്കൊരു പ്രത്യാശയായി. ഉടമ്പടി ഉഴപ്പിയാനും ഒരു പരിപാടി ചെയ്തത് എൻ്റെ കഴിവല്ലെന്ന് മനസ്സിലായി. കണക്കിന് ഡോക്ടർമാരുണ്ട് കൊച്ചു മരിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് പറയും. ഇപ്പം ഞങ്ങൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പോകുന്ന കൊച്ചിന് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റുമെന്ന്. അത് മാറുകയാണ്, പെട്ടെന്നാണ് കാര്യം മാറുന്നത്. ഈ 800 ഗ്രാമുള്ള കൊച്ച് 1200 പെട്ടെന്ന് വെൻറ്റിലേറ്ററിന് കൊച്ചിനെ മാറ്റുകയാണ്.
മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇവൾക്ക് മനസ്സിലായി എന്താ ഇവ ഇങ്ങനെ മാറ്റാൻ കാര്യം വെച്ചാൽ ഇവളെ കൃപാസന മാതാവിൻ്റെ 10 ഫോട്ടോ വെട്ടിയെടുത്ത് അമ്മയാണ് ഇടപെട്ടിരിക്കുന്നത്. ഇവളുടെ കയ്യിൽ നിന്ന് കാര്യം പോയി. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യം പോയാലും അമ്മയുടെ കയ്യിൽ നിന്ന് കാര്യം പോകത്തില്ല, ഓർക്കണം. ഞാൻ ചില ആൾക്കാർ യൂണിവേഴ്സിറ്റി റിജക്റ്റ് ചെയ്ത് ചില ആൾക്കാർ പറയുന്നത് എൻ്റെ അച്ഛാ ഈ പ്രാവശ്യം മൊഡ്യൂൾസ് പോയെന്ന് പറയും. അപ്പോൾ ഞാൻ നിൽക്ക് എന്ന് പറയും. എന്താ കാര്യം? നമ്മുടെ കയ്യിൽ നിന്നല്ലേ മൊഡ്യൂൾസ് പോയുള്ളൂ. ചില വന്നിട്ട് എൻ്റെ പറയും IELTSൻ്റെ MOH അതൊക്കെ എഴുതുമ്പോൾ എൻ്റെ അച്ഛാ ഈ പ്രാവശ്യം മൊഡ്യൂൾസ് പോയെന്ന് പറയും. ഞാൻ നിൽക്ക് മോളെ എന്ന് പറയും. എന്താ കാര്യം? നിൻ്റെ കയ്യിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്. അമ്മയുടെ കയ്യിൽ എൻ്റെ ഒരു ഉടമ്പടിക്ക് 2 പേരുണ്ടല്ലോ. അതാണ് ഈ സാധാരണ നൊവേനയും ജപമാലും സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഒരു പിടി അമ്മയുടെ കയ്യിലുണ്ടാവും. അതാണ് ഈ അനുവിൻ്റെ കൊച്ചിന് സംഭവിച്ചത്. അനുവിൻ്റെ കൊച്ചു എന്താ പറയണത്? കുഞ്ഞിനെന്താ പറയണത്? ഇവളുടെ കയ്യിൽ നിന്ന് പോയി, ഇവളെ പ്രാർത്ഥന നിർത്തി ആ കൊച്ചിൻ മരിച്ചതായിട്ട് കണക്കാക്കിയോള്. പക്ഷേ കണക്കാക്കേണ്ട ആളെ കണക്കാക്കിയിട്ടില്ല, അമ്മ കണക്കാക്കിയിട്ടില്ല. അമ്മയുടെ കുഞ്ഞല്ലേ. അതുകൊണ്ടാണ് അവളൊരു പണി ചെയ്ത് ഇവളുടെ കയ്യിൽ നിന്ന് പോയെങ്കിലും കുഞ്ഞ് അവിടെ വാർഡിലുള്ള അബുദാബി ആശുപത്രിയിലുള്ള കുഞ്ഞുങ്ങളെക്കാൾ ഫ്രഷായിട്ട് വരണം കണ്ടപ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞ് നാളെ മറ്റന്നാളെ വെന്റിലേറ്റർ മാറ്റാമെന്നാണ് തോന്നണം കേട്ടോ, ഇൻക്യുബേറ്റർ മാത്രം മതിയായിരിക്കും എന്ന് പറഞ്ഞ്. കാരണം കുഞ്ഞ് ഭയങ്കര ഗ്രോത്താണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ കൃപാസന മാതാവിൻ്റെ പടം ഒന്ന് വെട്ടിയെടുത്ത് വെട്ടിയെടുത്തിട്ട് അത് ഉടമ്പടി കാശുരൂപം അതിനകത്ത് തുന്നിപ്പിടിപ്പിച്ചിട്ട് കൊച്ചിൻ്റെ തൊട്ടിൽ കൊണ്ടുപോയി ഈ ഉടമ്പടി കാശുരൂപവും കൃപാസന മാതാവിൻ്റെ പടവും കൂടി കൊച്ചിൻ്റെ അടുത്ത് വെച്ചിട്ട് അവിടെ പിൻ ചെയ്ത് വെച്ചും എഴുതി വെച്ച് ഇതാരും എടുത്തുകൊണ്ട് പോകരുത്, ഇത് കൃപാസന മാതാവാണ്, ഇത് ആരും എടുത്തുകൊണ്ട് പോകരുതെന്ന്. അപ്പോഴേ അവിടെയുള്ള വാർഡിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഇത് മാതാവിൻ്റെ കുഞ്ഞായത് കൊണ്ടാണ് ഈ കുഞ്ഞിങ്ങനെ സർവൈവ് ചെയ്ത് വരണം. കാര്യം 800 ഗ്രാമേ ഉണ്ടാണ്, ഇൻക്യുബേറ്റർ വെന്റിലേറ്റർ ഇരിക്കുന്ന കൊച്ചാണ്, സർവൈവ് ചെയ്ത് വരികയാണ്. കാര്യം എന്താണ്? അമ്മ കുഞ്ഞിൻ്റെ അമ്മ പിടിവിട്ടാലും യഥാർത്ഥ അമ്മ പരിശുദ്ധ അമ്മയാണ്, പിടിവിടത്തില്ല. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ഉടമ്പടിയുടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്ന് പറയണത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഇപ്പം ജപ്തി ആകും വെച്ചാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നിൽക്കെന്ന് പറയും. പ്രാർത്ഥന മുടക്കരുത്, ഉഴപ്പരുത്. കാര്യം എന്താണ്? ഒരു വചനമാണ് 2 തിമോത്തി 2:13. എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പം ദൈവം ആ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്തിരിക്കും. ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിൽ ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ സർവൈവ് ചെയ്യും. അതിൻ്റെ കാര്യം വെച്ചാൽ ഇത് ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം അനാദികാലം മുതൽ നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നമ്മളത് പ്രാർത്ഥിച്ചും വിശ്വസിച്ചും വിശ്വസ്തത കാണിച്ചുമാണ് ഇത് പാലിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ആൾക്കാരൊക്കെ വന്ന് കുഞ്ഞിനെ കാണാനും കുഞ്ഞിനെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങി. കൊച്ചു ഒക്കെയായി. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിലാണ് വന്നത് കൊച്ചിനെയും കൊണ്ട്. എന്ത് പൊടി, അല്ല അടിപൊളി കൊച്ച്, സൂപ്പർ. നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇത് അരക്കമേ ഉണ്ടായുള്ളൂ. അതായത് ദൈവം തരുമ്പോൾ എല്ലാം പരിഹരിച്ചാണ് തരണത്. ദൈവം നിനക്ക് തരുമ്പോഴും എല്ലാം പരിഹരിച്ച് തരത്തുള്ളൂ. പിന്നെ അനു വിശ്വസ്തത കാണിച്ചു, മാതാവിനെ അക്സെപ്റ്റ് ചെയ്തു. ആ രൂപം കൊണ്ട് അവിടെ വെച്ച് കെട്ടിവെച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ വിശ്വസ്തത, ദൈവത്തോട് വിശ്വസ്തത കാണിച്ചിട്ട് ഉടമ്പടി പ്രാർത്ഥന റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കുഞ്ഞ് പിക്കപ്പ് ചെയ്ത് അവൾക്ക് ജീവനോടെ കിട്ടിയത്. എബ്രാഹത്തിന് സംഭവിച്ചത് അതാണ്. എബ്രാഹത്തിന് ഇസഹാക്കിനെ ബലിയർപ്പിക്കേണ്ടി വരത്തില്ലായിരുന്നേ. എബ്രാഹിം ഇരന്ന് മേടിച്ചൊരു പണിയാണത്. സംഗതി പരീക്ഷണം എന്നൊക്കെയാണ് നമ്മൾ പറയുമെങ്കിലും വലിയ കാര്യത്തിലൊക്കെ നമ്മളത് കെട്ടിഘോഷിച്ച് എബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് പറയുമെങ്കിലും എബ്രാഹിം ആ സംഭവം ഇരന്ന് മേടിച്ചതാണ്. എന്താ കാര്യം എന്നറിയാവോ? അവനോട് ചെയ്ത ഉടമ്പടി അവൻ ഇടയ്ക്ക് വെച്ച് ഉഴപ്പി ഹാഗറിനെ പ്രാപിച്ചു. അതാണ് വിഷയം വന്നതിൻ്റെ അകത്ത്. അതുകൊണ്ട് എന്നാ പറ്റി? കർത്താവിൻ്റെ ഉടമ്പടിയെ ഉഴപ്പിയത് കൊണ്ട്, കർത്താവിനോട് വിശ്വസ്തത കാണിക്കാതിരുന്നത് കൊണ്ടും. പക്ഷേ ദൈവം എന്ത് ചെയ്ത്? ദൈവം അപ്പോഴും ആ ഉടമ്പടിയിൽ വിശ്വസ്തനായിട്ട് തന്നെ നിന്നു. ഇസഹാക്കിനെ കൊടുത്തു. കറക്റ്റല്ലേ? ഉറപ്പല്ലേ സംഭവം? 25 കൊല്ലം കഴിഞ്ഞപ്പോൾ ശരി 11ാമത്തെ കൊല്ലമാണ് ഹാഗറിൽ നിന്ന് ഇസ്മായിൽ ജനിക്കണത്. ഉടമ്പടിയുടെ 11ാം കൊല്ലമാണ് ഹാഗറിൽ നിന്ന് ഇസ്മായിൽ ജനിക്കണത്. ഇസ്മായിലിനെ ജനിപ്പിക്കേണ്ട ഒരു കഥയും ഇല്ലായിരുന്നു. അത് ഈ സാറാച്ചേർത്തേക്ക് വിശ്വാസമില്ലാത്ത കൊണ്ടുണ്ടായത്. അവരുടെ വിശ്വാസം ചിരിക്കണ വിശ്വാസമാണല്ല. വിശ്വാസത്തിൻ്റെ എന്ത് കേട്ടാലും ചിരിക്കണ, വായുമ്പോൾ ചിരിക്കണ കുറേ കഴുതകളുണ്ടല്ലോ. അതുപോലൊരു സാധനമാണത്. അതാണ് ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവളകത്ത് കൂടാരത്തിൽ നിന്ന് ചിരിച്ചെന്ന്. പിന്നെ കണ്ണു പിടിച്ച് നോക്കിയപ്പോൾ പറഞ്ഞ് ഉടനെ തടി ഊരി. നീ തടി ഊരുകയൊന്നും വേണ്ട, ചിരിച്ചു. അതാ 18:15. നീ തടി ഊരണ്ട, ചിരിച്ചു. നീ എങ്ങനെ വിശ്വാസത്തിന് കൊഞ്ഞനം കാണിച്ചാൽ കൊഞ്ഞനം കുത്തിയതുപോലെ തന്നെ ഇരിക്കും. ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നീ ചിരിച്ചിരുന്നൊന്നും പറയണ്ട, നീ ചിരിച്ചു. നീ തന്നെ ചിരിച്ച് പണി മേടിച്ച ആളാണ് സാറ. വിശ്വാസത്തിനെതിരെ ചിരിച്ച് പണി മേടിച്ചതാണ്. കാര്യം ഇസ്മായിൽ ജനിച്ചു കഴിഞ്ഞപ്പോഴേ
ഇസഹാക്ക് ജനിച്ച് അത് കഴിഞ്ഞ് ഇസ്രായേലിന് അപ്പോൾ അവന് എത്ര വയസ്സുണ്ട്? ഈ ഇസഹാക്ക് ജനിക്കണ കാലത്ത് അവന് 14 വയസ്സുണ്ട്. 14 വയസ്സുള്ള ഇസ്മായിലിൻ്റെ കൂടെ 1 വയസ്സുള്ള ഇസഹാക്ക് കഴിക്കുമ്പോൾ മിക്കവാറും അവൻ്റെ കണ്ണക്കുന്നൊക്കെ പോയിച്ച് കാണും. ആര്? ഇസഹാക്കിൻ്റെ പണി മേടിച്ച് ചിരിച്ച് പണി മേടിച്ചതാണ്. ചിരിച്ച് പണി മേടിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് ഇവരെ കളഞ്ഞില്ലേ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ കളഞ്ഞു. പക്ഷേ സാറായുടെ വാക്ക് ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ വില കൊടുത്തു എബ്രാഹാം. ഒന്നുറങ്ങിയാൽ തീരണ പ്രശ്നമല്ലത്. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് അവൻ പറയണ പോലെ ചെയ്യണതാണ്. അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാവുന്നതാണ്. സീനായി മലമുകളിൽ നിന്നുകൊണ്ട് താഴെ മോസസ് പറയുമ്പോൾ ജനങ്ങൾ എന്താ പറയണത്? കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ നിറവേറ്റിക്കൊള്ളാവുന്ന ജനങ്ങൾ പറയണതാണ്. ജനങ്ങൾ പറയുന്ന സ്ഥാനത്ത് നിന്നിരുന്നവരാണ് എബ്രാഹമാണ്. എബ്രാഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ടില്ല. സാറായുടെ വാക്കിന് ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ പ്രാധാന്യം കൊടുത്തപ്പോഴാണ് ഇസ്മായിൽ എന്നുള്ള ആ വ്യക്തി ജനിക്കണത്. അതുകൊണ്ടാണ് എബ്രാഹത്തിന് സമാധാനം അനുഭവിക്കാൻ പറ്റാതെ വന്നത്. പിന്നെ അടിപൂരമല്ലേ കുടുംബത്തിൽ, കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ ഉണ്ടാക്കുന്നത്. അത് ഇതെല്ലാം ഇരന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ എബ്രാഹാം ഒരിക്കലും എബ്രാഹത്തിൻ്റെ വിശ്വസ്തത എബ്രാഹാം കളഞ്ഞു കുളിച്ചപ്പോഴേ ദൈവം വിശ്വസ്തനായിട്ട് നിന്നു. പക്ഷേ ദൈവം വിശ്വസ്തനായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? റീടെസ്റ്റ് എഴുതാൻ പറയും. ഒരു പരീക്ഷ തോറ്റില്ലേ? ദൈവത്തിൻ്റെ വാക്കിനെ വില കൽപ്പിക്കാതെ സാറയുടെ വാക്ക് വില കൽപ്പിച്ചുകൊണ്ട് വിശ്വസ്തതയിൽ എബ്രാഹാം പരാജയപ്പെട്ടില്ലേ? എന്നിട്ടും ദൈവം വിശ്വസ്തനായി നിന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കാമെന്നൊന്നും വിചാരിക്കരുത്. ദൈവം പറഞ്ഞ് നിനക്ക് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാണെങ്കിൽ നീ റീടെസ്റ്റ് ചെയ്യണം. എന്താണ്? ഇസഹാക്കിനെ കൊല്ലണം. പോരെ? ഇരന്ന് പണി മേടിച്ചാണ് സംഭവം. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസ്ഥനെ അവിശ്വസ്തത കാണിച്ചാൽ ഈ ഭൂമി വെച്ച് നിങ്ങളെക്കൊണ്ട് തന്നെ ദൈവം വിശ്വസ്തത പാലിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ബോധപൂർവ്വം ഉറച്ചു നിൽക്കുന്ന അതിനെ അതിജീവിക്കണം. സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഇൻ ഫെയ്ത്ത് എന്ന് എന്തുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്? ഇങ്ങനെ എന്തെങ്കിലും ഉടമ്പടിക്കാലത്ത് എന്തെങ്കിലും അവിശ്വസ്ത വന്നു പോയിട്ടുള്ളവരെ, ഇപ്പോൾ അനുവിനെപ്പോലെ കണ്ടില്ലേ? അനു ഉടമ്പടി 3 പ്രാവശ്യം എടുത്ത് 3 പ്രാവശ്യം ഉഴപ്പി കുഞ്ഞിനെ കൊടുത്തു. പക്ഷേ 6 മാസമായിപ്പോയി. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ ഉടമ്പടി ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്തത്. അനുഗ്രഹത്തിന് ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല. അത് ജനറ്റിക്കലായിട്ട് ഉള്ളതാണ്. നമ്മളെന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? അനുഭവിക്കാനുള്ള യോഗ്യതയ്ക്കാണ്. അനുഗ്രഹം കിട്ടിയാലും അനുഭവിക്കാൻ യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അനുഗ്രഹം കിട്ടിയിട്ട് എന്നാ കാര്യം? കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നു, നിങ്ങളെ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. എൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പറയരുത്. ഈശോ എന്താ പറഞ്ഞത്? ഒരു അനുഗ്രഹത്തിന് വേണ്ടി, ഒരു ജോലി കിട്ടാൻ വേണ്ടി, ഒരു വീട് കെട്ടാൻ വേണ്ടി, ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു അനുഗ്രഹത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തെന്ന് പറയരുത്. മറിച്ച് ഉടമ്പടിയിലൂടെ ആയാലും ഈ ബന്ധത്തിലൂടെ ആയാലും വാട്ട് ഈസ് ഹാപ്പൻ ആക്ച്വലി ഐ ഹാവ് ചോസൺ യു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുത്ത്? ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്താൽ, ദൈവം നിങ്ങളുടെ ഉടമ്പടി ഉറപ്പുവരുത്തിയാൽ, ദൈവം നിങ്ങളുടെ ഉടമ്പടി വിശ്വസ്ത കാണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നിലനിൽക്കുമെന്ന് യോഹന്നാൻ 15:16 എന്താ പറയണത്? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പ്രകടിപ്പിക്കുവാനും നിങ്ങളുടെ ഫലം അതെന്ത് തന്നെയായാലും അത് നിലനിൽക്കാനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ നിയോഗത്തോടു കൂടി നമ്മുടെ അനുഭവങ്ങൾ നിലനിൽക്കാൻ വേണ്ടി, നമ്മുടെ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. ദൈവം നമ്മുടെ ഉടമ്പടി സ്ഥിരീകരിക്കുമ്പോഴാണ്. ഉടമ്പടി നമുക്ക് വേണ്ടത് സ്ഥിരീകരണമാണ്. സ്ഥിരീകരണത്തിന് കർത്താവ് നമ്മളിവിടെ പ്രവർത്തിക്കണം. പ്രവർത്തനത്തെ എന്താ പറയണത്? മർക്കോസിൻ്റെ സുവിശേഷം 16:20 എന്താണ്? അവരുടെ പ്രസംഗങ്ങൾ കേട്ട് കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അവർ പ്രവർത്തിക്കുക മാത്രമല്ല അടയാളങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉടമ്പടി വേണ്ടത് സാക്ഷ്യങ്ങളാണ്. സാക്ഷ്യമില്ലാത്ത ഉടമ്പടി ദൈവത്തിൻ്റെ അടയാളമില്ലാത്തതാണ്, ദൈവത്തിൻ്റെ കൺകറൻസ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് എത്രയും വേഗം കണ്ണീരോടെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ഉടമ്പടി സ്ഥിരീകരിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഉടമ്പടിക്ക് അടയാളം തരണമെന്ന് പ്രാർത്ഥിക്കണം. സോ ദാറ്റ് ഐ മേ ടെസ്റ്റിഫൈ യു. നിൻ്റെ ജീവന്, നിൻ്റെ പുനരുത്ഥാനത്തിന് ഞാൻ സാക്ഷിയാകാൻ വേണ്ടി എൻ്റെ ഉടമ്പടിക്ക് അടയാളം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവ് ഇപ്പോഴ് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ കർത്താവേ അവരുടെ ആവശ്യങ്ങൾ തമ്മിൽ കർത്താവേ നിൻ്റെ വരത് കറന്നിട്ടുള്ള പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ
അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഈ കാലമെല്ലാം എടുത്ത ഉടമ്പടി എടുത്തുപോയവരുടെ പ്രാർത്ഥനയാൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് മാരക രോഗങ്ങള് തിരവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. അരികിൽ വരണമേ, സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാവിധ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കും, മനസ്സിലാകും. എത്ര ഹെവി ഡ്യൂട്ടിയുള്ള വിഷയമായാലും, കാലഹരണപ്പെട്ടെന്ന് വിചാരിച്ച വിഷയമായാലും, ഫയൽ ക്ലോസ് ചെയ്ത വിഷയമായാലും, വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യമായാലും അമ്മ അത് നടത്തി തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ പറയണതിൻ്റെ അന്വർത്ഥമാകുന്നത് ഉടമ്പടിയിലാണ് കാര്യം. ഉടമ്പടി ഒരാൾ ഉഴപ്പിയാലും ഈശോ അത് ഏറ്റെടുത്തിരിക്കും. അതുകൊണ്ട് നിനക്ക് സന്തോഷിക്കാം. പക്ഷേ അതേസമയം തന്നെ വിശ്വസ്തത പാലിക്കണമെന്നാണ് ഇന്നത്തെ കർത്താവിൻ്റെ വചനത്തിൻ്റെ അകംപൊരുള്. കർത്താവെ, ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ ഞങ്ങൾ ഈ സമയത്ത് മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ, പഠനങ്ങളിൽ ഓരോരുത്തരും എത്താത്തവർ, പഠനം കൂമ്പടഞ്ഞു പോയവരെ, അവരെ ഇപ്പോഴും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ, ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവെ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ, വിവാഹം ഒത്തുവരാത്തവരെ, ഒത്ത വിവാഹം കർത്താവെ അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നവരെ, വിവാഹത്തിൻ്റെ മോചനത്തിൻ്റെ വക്കിലെത്തിപ്പോയവർ കർത്താവെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പരീക്ഷ എഴുതുന്നവരെ, യോഗ്യത പരീക്ഷകൾ, മത്സര പരീക്ഷകൾ കർത്താവെ എല്ലാം എഴുതുന്നവരെ, എഴുതിപ്പോയി കഴിഞ്ഞവരെ കർത്താവെ, അത് പൊളിഞ്ഞു പോയല്ലോ എന്നോർത്തിട്ട് തോക്കുമെന്നല്ലോർത്ത് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരെ എല്ലാം നീ ഏറ്റെടുക്കണമേ കർത്താവെ. എസെക്കിയേലിന് 37-ാം അധ്യായത്തിൽ കർത്താവെ എല്ലാം ജീർണ ചസ്തികളുടെ മേൽ ആത്മാവ് ചലിച്ചതുപോലെ കൈവിട്ടുപോയ എല്ലാ അവസ്ഥകളുടെ മേൽ, നിർജ്ജീവമായ കടകൾ, കമ്പോളങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, റിസോർട്ടുകൾ, അതുപോലെ ഹൗസ് ബോട്ടുകൾ, അതുപോലെ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള എല്ലാ തകർച്ചകൾ, കടങ്കേറ് വള്ളങ്ങൾ ഇരുന്ന് പോകുക കർത്താവ്. എസെക്കിയേൽ 37 പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈശോയെ തകർന്ന ജീർണ ചസ്തികളിലൂടെ ആത്മാവ് ചലിച്ച പോലെ മറിയ പരിശുദ്ധ അമ്മയിൽ അധിവസിച്ച പരിശുദ്ധാത്മാവ്, ഉടമ്പടിയുടെ ആത്മാവ് ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ ജീർണതകളിലൂടെ സഞ്ചരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, നഷ്ടപ്പെട്ട തൊഴിലുകൾ, തോറ്റുപോയ പരീക്ഷകൾ എല്ലാം ഈശോ ഈ നിമിഷം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഏറ്റെടുക്കട്ടെ, നിങ്ങൾ വിജയിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കിട്ടുന്ന രേഖകൾ ചിലപ്പോൾ വിസ ആയിരിക്കാം, ചിലപ്പോൾ റിലീവിങ് ഓർഡർ ആയിരിക്കും, ചിലപ്പോൾ അക്കാമയായിരിക്കാം, ചിലപ്പോൾ തിരിച്ചു പോകാനുള്ള പേപ്പറായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായി പോയി കാണും, ചില പ്രമാണങ്ങൾ കാണാതായി പോയി കാണും, ചിലപ്പോൾ നമ്മളുടെ വീടിൻ്റെ പുരയിടത്തിൻ്റെ പ്രമാണങ്ങളോ പട്ടയങ്ങളോ മുന്നാധാരങ്ങളോ കാണാത്ത അവസ്ഥയാകാം. എല്ലാ വിഷയങ്ങളും ഇപ്പോഴ് പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. എന്ത് വിഷയങ്ങളോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ്, എപ്പിലെപ്സി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയോ, അതുപോലെ ഒത്തിരിയേറെ സ്റ്റിറോയിഡുകൾ കഴിക്കുന്ന മക്കളെ, ഡ്രൈക്കാഡിൻ പോലെ മാനസിക രോഗത്തിന് പോയി മരുന്ന് കഴിക്കുന്ന മക്കളെ, അവിടെ ഔഷധങ്ങളെ എല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അപസ്മാര രോഗികൾ, അതുപോലെ എപ്പിലെപ്സി രോഗികൾ, ഓട്ടിസം രോഗികൾ, ഡൗൺ സിൻഡ്രോം ഉള്ളവർ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവർ, കർത്താവിൻ്റെ രക്തത്താൽ ഇപ്പോൾ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രക്തത്താൽ ഇപ്പോഴും തളിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രോഗങ്ങൾ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവ് ഏറ്റവും വലിയ കീമോയായ കർത്താവിൻ്റെ രക്തത്താൽ കിഡ്നി രോഗങ്ങൾ, കർത്താവ് കരരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
ഇപ്പോൾ സമാപന ആശീർവാദം മുട്ടേ നിൽക്കുക. ഞങ്ങളുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. കൃപാസനാൽത്താരയിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,